പ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യ സമൂഹത്തിന് അജ്ഞാതമായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രഹസ്യമായ ഗുഹ്യതരമായ ഗുരുക്കന്മാരുടെ ആന്തരിക രഹസ്യങ്ങളൊന്നും ഇനി വേണ്ടെന്നാണോ? ശ്രീ ആദ്യത്തെ അയാൾ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നമ്മുടെ ചാനലിന്റെ പേര്, അതായത് ലൈഫ് ഡിവൈൻ എന്നുള്ളതിൽ ഒരു സ്പെല്ലിംഗ് മാറ്റിയാൽ മതി, എന്നിട്ട് ലൈഫ് ഡെവിൾ എന്ന് ഇടുന്നതാണ് നല്ലത് എന്നാണ് അയാളുടെ. ഇപ്പൊ ലൂസിഫർ സിനിമ ഇറങ്ങിയല്ലോ, അത് പിന്നെ ഇപ്പൊ ലോക, അതായത് കള്ളിയങ്കാട്ട് നീലിയുടെ ഈ കഥ. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി, അതായത് പൈശാചികമായിട്ടുള്ള, അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രഞ്ജമ്മാമൻ, വന്ധ്യവയോധികനായ രഞ്ജമ്മാമനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞു. എത്ര മോശമായിട്ടാണ് ഇത്രയും പ്രായമുള്ളവരെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്. ഈ ഭ്രൂമധ്യത്തിൽ നമുക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക്, നമ്മുടെ ആത്മബോധത്തിലേക്ക് ഒരു തെളിച്ചം തരും. സംസാരിച്ച് പുള്ളി അവസാനം ചോദിക്കുന്നത് സ്ത്രീയെ കുറിച്ച്, താൻ ആരുവാ? എനിക്കറിഞ്ഞൂടാ അത് പറയാൻ. താൻ ആരുവാ? പുള്ളിക്ക് സ്ത്രീയോട് ഭയങ്കര സ്നേഹമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അയാൾ പറയുന്ന അടുത്ത കാര്യം കേട്ടാൽ അത് മനസ്സിലാവും. കാരണം ഇപ്പോൾ അയാൾ പറയണേ, എനിക്ക് കുട്ടികളുണ്ട്, പക്ഷെ സ്ത്രീക്ക് സ്വന്തം രക്തത്തിൽ കുട്ടികളില്ല. അത് പിന്നെ പാണനും പാണത്തിയും. അപ്പോ അവര് നമ്മളിങ്ങനെ ഇപ്പൊ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതല്ല, നമ്മളെ നേരത്തെ തന്നെ ഇങ്ങനെ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് ഈ വ്യക്തി തന്നെ പറയുകയാണ്. ഇന്ദ്രിയം കൊണ്ട് ലോക്കായി പോയി, അവരെ ലോക്ക് ചെയ്തു, അപ്പൊ പിന്നെ വിട്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഇത്തരം പ്രവൃത്തികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എന്തൊരു അവഗാഹമാണ്. കാര്യം ഇത് ചുമ്മാ പറയാൻ പറ്റും. കാര്യം നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്ത് ബന്ധം ഉണ്ടാക്കുമെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, മറ്റൊരു ചാനലിൽ ഇരുന്നൊരു വ്യക്തി നടത്തി വരുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പിന്നെ നമ്മളെ ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ ഒരു അവലോകനങ്ങളും അതിൻ്റെ കളിയാക്കലുകളും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഉള്ള ആള് മറ്റൊരാളെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ അയാളോട് ഞങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ വ്യക്തി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വിശ്വാസിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ആശ്രമത്തിൽ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ പരിചയമുള്ള ആളല്ല. അപ്പോൾ എന്തായാലും അയാൾ ഒരുപാട് കാര്യങ്ങൾ ആധ്യാത്മികമായിട്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളെ വളരെയധികം പുച്ഛിച്ച് പരിഹസിച്ച് അങ്ങനെ വളരെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടു. അപ്പോൾ ആ വ്യക്തിയെ സ്ത്രീക്ക് അറിയാമോ? സ്ത്രീക്ക് ആ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും പരിചയമുണ്ടോ? അത് എന്താണ്, അറിയാമോ? എനിക്കറിയില്ല. സദ്ഗുരുവേ ശരണം. നമ്മളിപ്പോൾ ഈ ചാനലിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് പരിഹസിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കാനോ ഒന്നും അല്ല ഇത് ഈ ഉദ്യമം നടത്തുന്നത്. ഇപ്പോൾ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് പരിഹസിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി, ഇപ്പം നമ്മുടെ ഈ ചാനലിലെ വ്യക്തിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സകല രീതിയിലും ചിന്തിച്ച് ഓരോരോ സൂത്രങ്ങൾ പുള്ളി ഇങ്ങനെ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രഭാഷകനാണെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹം പിന്നെ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതായത് നമ്മളൊന്നും ആശ്രമത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നമുക്കൊന്നും അറിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നമ്മളെക്കുറിച്ച് ഫോണിലൂടെ ഇങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഫോണിൽ സംസാരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഒരു പ്രാവശ്യം, എനിക്ക് തോന്നുന്നു 2016 മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം ആശ്രമത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എന്നോട് അദ്ദേഹം വളരെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഗുരുവിനെ കണ്ടിട്ടില്ല, അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ആശ്രമത്തിൽ വന്നു, അങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ പിരിഞ്ഞു. അതിന് മുമ്പൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം എന്നോടൊരു ഫോൺ കോൾ, അത് മുമ്പാണോ ശേഷമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഈ ഫേസ്ബുക്കിൽ ഈ ശ്രീ അബുവിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേര് ഇങ്ങനെ ആശ്രമത്തിനെതിരെ, അന്നത്തെ ഭരണ സംവിധാനത്തിനും ആശ്രമത്തിനെതിരായിട്ടൊക്കെ വിമർശിച്ചുകൊണ്ട് ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ ചില എഴുത്തുകൾ, ലേഖനത്തിലൂടെ ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ പരസ്പരം ഒരു കൂട്ടം ഈ പഴയ വിശ്വാസികൾ, അതായത് ഇവിടുത്തെ ആശയത്തിനോട് വിമുഖത കാട്ടിക്കൊണ്ട് പിരിഞ്ഞ് നിൽക്കുന്ന വിശ്വാസികൾ ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ഞാനും ഇത് ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ പലരും ഇങ്ങനെ അധികാര സ്വഭാവത്തിലുള്ള ചെറുപ്പക്കാരുടെ ഈ വരവിനെ വിമർശിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഒരു വരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗുരുമാർഗത്തിൽ ഈ പഴയ സ്വഭാവത്തിലുള്ള ശിഷ്യ സമൂഹത്തിൽ ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു അനുസരണ സ്വഭാവത്തിൽ ഉള്ള വിഷമങ്ങളെക്കുറിച്ച് പലപ്പോഴും ഗുരു സംസാരിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ വീഡിയോസൊക്കെ ഓഡിയോസൊക്കെ കേൾക്കുന്നവർക്ക് അതറിയാം.
അപ്പോൾ ഗുരുക്കന്മാരെ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. എന്നാലും ഗുരു ഒരുപാട് വിഷമിച്ച് സംസാരിക്കുന്ന, പലപ്പോഴും ഗുരു പിണങ്ങി പോകുന്നതായിട്ടും ഈ അന്നത്തെ അധികാര സ്വഭാവത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗുരു ശരീരത്തിലുള്ളപ്പോൾ പോലും അനുസരിക്കാത്ത തരത്തിലുള്ള ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ശിഷ്യപൂജിത വരുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ സൂക്ഷ്മത്തിൽ നിന്ന് ലഭിക്കുന്നു, അത് പറയുന്നു, അതൊന്നും അനുസരിക്കുന്നതേയില്ല. അപ്പോൾ ഒരു രീതിയിലും അനുസരിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് പുതിയ ഒരു ചെറുപ്പക്കാരുടെ രംഗപ്രവേശം. അപ്പോൾ അത് ഗുരു നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അവർക്ക് അവരുടെ ഒരു ആശ്രമ പരിചയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില കുറ്റവും കുറവുകളും എല്ലാം മനുഷ്യ സഹജമായ കുറ്റങ്ങളും കുറവുകളും പ്രവൃത്തിയിലുള്ള പോരായ്മകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ എല്ലാ നല്ല രീതിയിലും ഉന്നയിക്കേണ്ട സ്ഥലങ്ങളിൽ ഉന്നയിച്ച് ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പകരം ആശ്രമത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം ആശയക്കുഴപ്പമോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതിന് പകരം പരസ്പരം ചെളിവാരി തേച്ച് അല്ലെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. അപ്പോൾ ഞാനും അതുപോലുള്ള പല വ്യക്തികളും യാദൃച്ഛികമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചിലരെന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഗുരുവിൻ്റെ വാക്കുകൾ അവർ ധിക്കരിക്കുന്നു അല്ലെങ്കിൽ ഗുരുവിനോട് ശബ്ദമുയർത്തി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അന്നത്തെ ചെറുപ്രായത്തിൽ നമുക്കും അത് ഭയങ്കര ദേഷ്യമുണ്ട്. കാര്യം ഗുരുവിനോട് ആരെങ്കിലും എതിർക്കുന്നു എന്ന് വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക പോലും ചെയ്താൽ നമുക്കൊരു വിഷമം ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഈ ചാനലിൽ പറയുന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ആദ്യം ഞാൻ ശിഷ്യപൂജയ്ക്കും സ്വാമിക്കും ഒക്കെ എതിരെ സംസാരിച്ചിരുന്നു എന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ ശിഷ്യപൂജയ്ക്കെതിരെ ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. കാര്യം നമ്മൾ ഗുരുവായിട്ട് കാണുന്ന, നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അനുഭവവശത്തിലേക്കെല്ലാം നമ്മളെ കടത്തിക്കൊണ്ടുപോയി അനുഭവപ്പെടുത്തി തന്നിട്ടുള്ള നമ്മുടെ ഗുരുസ്ഥാനീയായിട്ടുള്ള, നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഗുരുവിനെ കുറിച്ച് നമ്മൾ എന്ത് എഴുതാനാണ്? അപ്പം നമ്മളെ എക്കാലവും ഗുരുവിനോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് വിമർശനങ്ങൾ, അതായത് ഞാൻ നോക്കിയപ്പോൾ ഈ എതിരായിട്ട് സംസാരിക്കുന്നവരുടെ നേരിട്ട് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു അടിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ബുദ്ധിപൂർവ്വം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം, എന്നിട്ട് ഈ രണ്ട് കൂട്ടരെ ഒരുമിപ്പിക്കാൻ പറ്റും. കാര്യം നമ്മളൊന്നും നശിപ്പിക്കാനല്ല നോക്കുന്നത്, നമ്മൾ ഈ എല്ലാം ഒരുമിപ്പിക്കാനും ചേർക്കാനും, എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് പോകാനും, കൂടാതെ അധികാര രംഗത്തുള്ളവർക്ക് പ്രവർത്തിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒത്തിരി കണ്ണ് മറഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാര്യം അധികാര രംഗം അങ്ങനെയാണ്. അപ്പോൾ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിമർശിക്കുമ്പോൾ, ഇപ്പം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതായത് പഴയ കാലത്തെല്ലാം ആശ്രമത്തിൽ ഈ ചില മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി ഗുരു കുറച്ചിങ്ങനെ പരിഹസിക്കുകയും അല്ലെങ്കിൽ ഓരോരുത്തരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ ഒന്ന് റൂട്ടഡ് ആക്കാനാണ്, ഒന്ന് കോൺഷ്യസ്നെസ് ഒന്ന് കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ നമ്മുടെ ഈ ഒരു പുതിയ തലമുറ വരുമ്പോൾ അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യമില്ല. കാര്യം ഓരോ വ്യക്തികളെ നമ്മൾ ഈ മനസ്സിങ്ങനെ അങ്ങ് മറഞ്ഞു പോകും. മനസ്സിങ്ങനെ കണ്ണ് മറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അറിവിലോ നമ്മുടെ മറ്റ് പ്രശസ്തിയിലോ അല്ലെങ്കിൽ നമ്മൾ പല പല കാര്യത്തിൽ നമ്മുടെ കണ്ണ് മറഞ്ഞു പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗുരു ഇങ്ങനെ ഇരുത്തം വരുത്താനായിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ അന്ന് പ്രയോഗിക്കുമായിരുന്നു. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഗുരുവിനിങ്ങനെ പരസ്യമായിട്ട് വിമർശിക്കാനെന്നുള്ള സാഹചര്യം കിട്ടുന്നില്ലായിരിക്കും എന്നെല്ലാം കരുതിയിട്ട് ഞാൻ വിചാരിച്ചു, ഞാനിതൊന്നും പ്രവർത്തിക്കാൻ ആരുമല്ല, അതിനുള്ള യോഗ്യതയില്ല. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കർമ്മദോഷവും, കാര്യം ഗുരുവിനെ ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ. പക്ഷെ നമ്മളത് എന്ത് ത്യാഗവും ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ആശ്രമത്തിന് പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി വിമർശിച്ചു. അതായത് പരസ്യമായിട്ട് അവരെ പേരെടുത്തൊക്കെ പറഞ്ഞ് പലരെ ഒന്ന് വിമർശിക്കാം. അപ്പോൾ അവർക്കൊരു വിഷമം വരികയും അല്ലെങ്കിൽ അവരൊന്ന് ഇരുത്തം വരികയും എല്ലാവരുടെയും. അപ്പോൾ ആരൊക്കെ ഇതിനെ എതിർത്തോ അവരെടുത്തൊക്കെ പേരൊക്കെ എടുത്ത് പരാമർശിച്ച് ഞാൻ ഒന്ന് വിമർശിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ വിമർശിക്കുമ്പോൾ അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് കുറ്റമുണ്ടെന്ന് കരുതിയിട്ടോ അല്ല, നമ്മളിങ്ങനെ വിമർശിച്ചൊന്ന് കണ്ണ് തുറപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ആശ്രമത്തിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രോസസ്സ്. ഞാൻ വിചാരിച്ചു അത് ഗുരുവിനത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും, ആരെങ്കിലും അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ഗുരു അതൊന്നും എതിർത്തിരുന്നില്ല. അപ്പോൾ പിന്നീട് ഇങ്ങനെ പല രീതിയിലുള്ള എതിർപ്പുകളും എല്ലാം വന്നപ്പോൾ ആശ്രമത്തിൽ പരമ്പരയിലുള്ളവർ പോലും എൻ്റെ ഒരു പ്രവൃത്തിയെ തെറ്റിദ്ധരിച്ചു. കാരണം അവർ വിചാരിക്കുന്നു എനിക്കെന്തോ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങളും അല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ്, ദേഷ്യമാണ്. പക്ഷേ ഞാനെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരെ ഇങ്ങനെ സംസാരിച്ച് ഇതൊന്ന് രമ്യപ്പെടുത്താൻ. അപ്പോൾ ഞാനിങ്ങനെ വിമർശിക്കുമ്പോൾ ഈ എതിരഭിപ്രായപ്പെടുന്നവരിത് ശ്രദ്ധിക്കും. അങ്ങനെ അവർ ശ്രദ്ധിച്ചിട്ട് അവർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ അതിന് ആധ്യാത്മികമായ മറുപടിയും കൊടുക്കും.
അങ്ങനെ രണ്ട് കൂട്ടരുടെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, ഇതിനെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സ്വാമിയൊക്കെ വിമർശിക്കുന്ന ഒരു സമയത്ത് ഈ ഈ ഫോണിൽ സംസാരിച്ച വ്യക്തി, നമ്മളെയൊക്കെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന വ്യക്തി എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ എന്നോട് ഫോൺ ചെയ്തിട്ട് അദ്ദേഹം കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സ് വെച്ച് എന്നെ വിലയിരുത്തുകയാണ്. അതായത് എനിക്കെന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു പക കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു വിസ്ഡം വെച്ചുകൊണ്ട് ഇതെങ്ങനെ എല്ലാത്തിനെയും സഹകരിപ്പിക്കാം, ഒരുമിപ്പിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പകയാണെന്ന് കരുതിയിട്ട് ഇദ്ദേഹം വിളിച്ച് എന്നോട് സ്വാമിയെക്കുറിച്ചും ശ്രീ അനിൽ ചേർത്തലയെക്കുറിച്ചും എല്ലാം ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ, അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ഇങ്ങനെ പറയും. അദ്ദേഹം അവരോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കിയെന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ സാധാരണ ഈ മനുഷ്യരുടെ ഈ ഒരു അസൂയ, കുശുമ്പ്, ഏഷണി എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലുള്ള ആ ഫ്രീക്വൻസിയിലുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു തലത്തിലുള്ള ഒരു വ്യക്തികളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഈ പറയുന്നവരെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കാര്യം ഇവർക്ക് എന്താണ് പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ സ്വാമിയൊക്കെ വളരെയധികം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ആരെടുത്തും ഒരു മനുഷ്യരുടെ അടുത്ത് എനിക്ക് വിരോധമില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പതുക്കെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ആശ്രമ പരിചയമില്ല. ആശ്രമത്തിൽ ഗുരു ഇതേപോലുള്ള പ്രോസസ്സിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ പ്രവർത്തിച്ചൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒതുക്കപ്പെടലുകളും പല രീതിയിൽ നമ്മൾ പല സ്ഥലത്ത് ഒതുക്കപ്പെടും. അതൊക്കെ ഗുരുവിൻ്റെ ഈ ആശ്രമ സ്വഭാവത്തിലുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പുള്ളി എന്തോ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈസി ആയിട്ട് അങ്ങ് പ്രവർത്തിച്ചു പോകുന്ന എല്ലാവരും നമ്മളെ അങ്ങ് മാനിക്കും, സ്നേഹിക്കും, ആദരിക്കും എന്നൊക്കെ കരുതിക്കൊണ്ട് വന്ന ഒരു രീതി. അപ്പം അതല്ല ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്സിന് ഇങ്ങനെ പരിവർത്തനപ്പെടാനായിട്ട് നമ്മളിങ്ങനെ മുള്ളും കല്ലും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ഇങ്ങനെ തരണം ചെയ്ത് പ്യൂരിഫൈഡായി നമ്മുടെ സോൾ ഇങ്ങനെ വികസിച്ച് നമ്മൾ ഫുള്ളി എൻലൈറ്റൻഡ് ആകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പുള്ളിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നമ്മുടെ ഈ വ്യക്തികളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ട് എന്നോട് കുറ്റം പറയുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കുറേ നേരം കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സിനെക്കുറിച്ച് ശ്രദ്ധിക്കണം, നമ്മളിതൊക്കെ സഹിക്കണം, എന്നിട്ട് ഇതെങ്ങനെ തിരുത്തണം, ഒരു ആശ്രമ സ്വഭാവത്തിൽ ഇതിനെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ പരിവർത്തനം വേണം, യഥാർത്ഥ ആധ്യാത്മിക പുരോഗതി എന്താണ് എന്നെല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോഴുണ്ട് പുള്ളിക്കാരന് ബോറടിച്ച് പുള്ളി ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നെ പുള്ളി കോൺടാക്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മളെ തിരുത്തണം, അവനവൻ്റെ മനസ്സിനെ തിരുത്തണം, എന്നിട്ട് മാത്രമേ അവനവൻ്റെ ഒരു വിവേകത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ട് മാത്രമേ മറ്റുള്ളവരെ കുറ്റം പറയാവൂ. അല്ലെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് കുറ്റം പറയാനുള്ളൊരു യോഗ്യത കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള ദർശനത്തിനുള്ളൊരു കാഴ്ച കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം വിസ്മരിച്ചു പോയി. പുള്ളി എന്നെ അവനവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതോടുകൂടി പുള്ളിക്ക് സ്റ്റോപ്പായി. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിൽ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ എല്ലാവരും ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും കാര്യമാണ്. അതായത് നമ്മൾ ഈ ഒരു പുതിയ ഒരു ആശയം കേൾക്കുന്നു, അതിൻ്റെ ഒരുപാട് നമ്മൾ ഇന്ന് വരെ വന്നിരിക്കുന്ന തെറ്റുകളും നമ്മളെ ഇന്ന് വരെ പറ്റിച്ചിരിക്കുന്ന, അതായത് ഈ ആരാധനാ സമ്പ്രദായങ്ങളിലും മറ്റ് സ്വഭാവങ്ങളിലും സമൂഹത്തിലും ഒക്കെ നമ്മളെ പറ്റിച്ചിരിക്കുന്ന ചില പൈശാചികമായ നെഗറ്റിവിറ്റികളെക്കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, നമ്മൾ ഹിസ്റ്ററിയിൽ നടന്നിരിക്കുന്ന തിരുത്തുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന കുത്തിത്തിരിപ്പുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതാണ് ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ ആശയത്തിന് വേണ്ടി നമുക്കൊരു ഭയങ്കര സ്പിരിറ്റ് ഉണ്ടാവും. അത് നമ്മളെല്ലാവരും ചെറുപ്പക്കാരായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ ആശ്രമ സ്വഭാവത്തിൽ വരുന്നവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു സ്പിരിറ്റ് വരുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ശാന്തി മഹിമ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെല്ലാം വളരെ സ്പിരിറ്റിൽ ഈ ഒരു പുതിയ ആശയത്തിന് വേണ്ടി, പുതിയൊരു ധർമ്മത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ച് വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു മടുപ്പ് വരും. അതായത് നമ്മൾ ഈ നോളജബിളായിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ട് ഈ അറിഞ്ഞ അറിവിൽ നമുക്കൊരു മടുപ്പ് വരും. നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഈ തത്വങ്ങളെല്ലാം മടുപ്പ് വരുമ്പോൾ അടുത്ത ലെവലിലേക്ക്, അതായത് നമ്മൾ പിന്നെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ലെവലിലേക്കാണ്. അപ്പോൾ അത് ഗുരുവിനോടൊപ്പമാണെങ്കിൽ മാത്രമേ ഈ കർമ്മഗതി ശുദ്ധമായിക്കൊണ്ട് അടുത്ത ലെവലിൽ നമുക്ക് പരിണമിക്കാൻ പറ്റൂ. അങ്ങനെ അടുത്ത ലെവലിൽ നമ്മൾ പരിണമിച്ച് പോകുമ്പോഴും ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ലെവൽ അപ്പോൾ ഇത് ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിലുള്ള ഒരു ഗുരുവിന് അനുഭവശാലിയായ ഒരു ഗുരുവിനോടൊപ്പം പരിണമിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്റ്റേജുകൾ ഇങ്ങനെ ഘട്ടമായിട്ട് കടന്നു പോകാൻ പോകും. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും നമുക്കൊരു മടുപ്പും വരും, നിരാശയും വരും, ഫ്രസ്ട്രേഷനും വരും, നമുക്കിത് ശരിയോ തെറ്റോ എന്നുള്ള സംശയം വരെ വരും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പടിയായിട്ട് കടന്നു പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ആദ്യകാലത്തിലുള്ള ആ സ്പിരിറ്റിൽ സംസാരിക്കുകയാണ്.
പ്രവർത്തിക്കുകയാണ്. നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ള, നമ്മളൊക്കെ കേട്ട് മടുത്തിട്ടുള്ള ആ ഫിലോസഫികൾ പുള്ളി ഇപ്പോഴാണെന്ന് തോന്നുന്നു അത് ഏറ്റെടുത്തേക്കുന്നത്. ഇപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ അത് വലിയ കാര്യത്തിൽ ഇങ്ങനെ ആശയം പോലെയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെറുപ്രായം മുതൽ കേട്ടിട്ട് നമുക്കൊരു മടുപ്പ് വന്ന കാര്യമാണ്. കാര്യം നമ്മളിനി അടുത്ത ലെവലിലേക്കാണ് പരിണമിക്കേണ്ടത്. കാര്യം നിരന്തരമായിട്ട് സെക്കൻഡ് ഹാൻഡായിട്ട് നമ്മൾ വാചക സ്വഭാവത്തിൽ നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും മടുപ്പ് വരും. കാര്യം മനസ്സ് മടുക്കും. മനസ്സെന്ന് പറയുന്നത് മടുപ്പിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ മനസ്സ് മടുത്തിട്ട് ഈ ജീവന്റെ ആനന്ദത്തിലേക്ക്, സായുജ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആധ്യാത്മികതയുടെ വികാസം സംഭവിക്കുന്നത്, ബോധം വികസിക്കുന്നത്. അപ്പോൾ ഈ മടുപ്പ് വരുന്ന കാര്യങ്ങൾ, നമ്മളൊക്കെ കേട്ട് മടുത്ത കാര്യങ്ങളാണ് പുള്ളി ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര ഘോരം ഇങ്ങനെ പ്രസംഗിക്കുന്നത്, ഭയങ്കര പ്രസംഗം. അപ്പം നമ്മുടെ ഈ ചാനൽ മുതലാളിയെ സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് തോന്നുന്നു പണ്ടൊന്നും ഇതൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആശ്രമത്തിൽ നിന്ന് ഈ സ്പിരിറ്റ് പുള്ളി ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലാണ് ഇതൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പുള്ളിയും വിചാരിക്കുന്നു, അയ്യോ ഇദ്ദേഹം ഭയങ്കര പ്രഭാഷകൻ, എന്തൊക്കെയോ സംസാരിക്കുന്നു, ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്, ഈ പറയുന്ന സൂക്ഷിപ്പും കാര്യങ്ങളും ഇതെല്ലാം. കാര്യം ഇതൊന്നും നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ, ഇപ്പം പണ്ടത്തെ ചില പഴഞ്ചൊല്ലുണ്ട്, അത് നമുക്ക് പറയാൻ കൊള്ളൂല, നാടൻ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഈ പഴഞ്ചൊല്ലിലൊക്കെ പറയുന്നത് പോലെ ഈ പുതുതായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ അതിലങ്ങ് ഭയങ്കര നമുക്കില്ലാത്ത ഗുണങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും മനസ്സിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ക്രൈസ് വന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിട്ടം വട്ടം ഭയങ്കര സൂക്ഷിപ്പ് ധർമ്മം നീതി ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനോട് ഭയങ്കര ആകർഷണീയത. പക്ഷെ ഇതെല്ലാം ഉള്ള രീതിയിൽ പാലിച്ച് പോകുന്ന ഒരാൾക്കും അടുപ്പ് വന്നിട്ട് അടുത്ത സ്റ്റേജിൽ പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ചാനൽ നടത്തുന്ന പുള്ളി ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഗുരുവിനെ ഒന്നും കണ്ടിട്ടില്ല, ആശ്രമ സ്വഭാവത്തിൽ ജീവിച്ചിട്ടില്ല, പരിണമിച്ചില്ല, ഒന്നും അറിഞ്ഞിടാത്ത വ്യക്തിയാണ്. ചുമ്മാ എന്തൊക്കെയോ വായിച്ച ഒരു ലഹരിയിൽ, ഇതിൻ്റെ ഈ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഔട്ട്സൈഡിലെ ഒരു ലഹരിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇദ്ദേഹം എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഇങ്ങനെ നമ്മളെയൊക്കെ പരിഹസിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് കവലപ്രസംഗം പോലെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിപ്പിച്ച് നമ്മളെ അധിക്ഷേപിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആശ, എന്താണ് ആശയുടെ ഒന്നാമത്തെ ചോദ്യം? അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാമോ? ശ്രീ, ആദ്യത്തെ അയാൾ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് നമ്മുടെ ചാനലിന്റെ പേര്, അതായത് ലൈഫ് ഡിവൈൻ എന്നുള്ളതിന് ഒരു സ്പെല്ലിംഗ് മാറ്റിയാൽ മതി, എന്നിട്ട് ലൈഫ് ഡെവിൾ എന്ന് ഇടുന്നതാണ് നല്ലത് എന്നാണ് അയാളുടെ ഒരു അഭിപ്രായം. അതിനെക്കുറിച്ച് ശ്രീ എന്ത് പറയുന്നു? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രവർത്തന രീതി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചിരുന്ന ആധ്യാത്മികമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതായത് നമുക്ക് ഭൗതിക രംഗത്ത് ഈ ആധ്യാത്മികമായിട്ടുള്ള അറിവിനെ ഭൗതിക രംഗത്ത് കൊണ്ടുവന്ന് ജീവിതത്തിൽ നമുക്ക് എല്ലാ പോസിറ്റിവിറ്റിയും നേടിയെടുക്കാൻ എന്തൊക്കെ രീതിയിൽ ഉപകരിക്കാമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യണം. ഗുരുവിൻ്റെ ആശയം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഗുരുവിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായി മറ്റു ലോക ഗുരുക്കന്മാരെയും മതങ്ങളെയും എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല ആധ്യാത്മികമായിട്ടുള്ള ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ അത്തരത്തിലൊരു ഉദ്യമമായിട്ട് ആദ്യമേ വരുമ്പോൾ നമുക്കൊരു ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പം നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പല എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടായാലും, കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പം നമുക്ക് പുതിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതിപ്പോൾ ഭൗതികമായിട്ട് ഇപ്പോൾ ജീവിതത്തിൽ ഉപയോഗമുള്ള കാര്യങ്ങൾ, മേക്കപ്പ് ആയാലും ഹെൽത്ത് ബേസ്ഡ് ആയാലും കുക്കിംഗ് ആയാലും ഇപ്പം സിനിമ, വിനോദം, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു പോസിറ്റീവ് വശം നമ്മൾ ആ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. കാര്യം ഗുരു ഒന്നിനെയും ഭൗതികമായിട്ടുള്ള ഒന്നിനെയും തള്ളിക്കളഞ്ഞിട്ട് ധ്യാനത്തിലോ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ പിറകെ പോകാനല്ല നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ആധ്യാത്മികതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഭൗതികമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഹെൽത്തും ബ്യൂട്ടി, ഹാപ്പിനെസ്, സ്പിരിച്വാലിറ്റി, അവയർനെസ്, അങ്ങനെ മെഡിറ്റേഷൻ, അങ്ങനെ എന്തും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ചാനലിൽ. പിന്നെ നമ്മൾ ഗുരുമാർഗത്തെക്കുറിച്ചും നമ്മുടെ നമ്മുടെ ആശ്രമത്തിലെ ഇഷ്യൂസിനെ കുറിച്ചും, ഇപ്പോൾ ആശ്രമത്തിൽ ഇതേപോലുള്ള ആൾക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ ഇതെല്ലാം ഈ സംശയങ്ങൾ മാറ്റണം, എങ്ങനെ നമ്മൾ ഒരു പ്രത്യേക സ്റ്റേജിൽ മടുപ്പ് വരുമ്പോൾ ആധ്യാത്മികമായിട്ട് ഉയരണം എന്നൊക്കെ എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഇവരെ പോലുള്ള വ്യക്തികൾ നമ്മളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലെ നമുക്ക് തിരിച്ചെന്തെങ്കിലും മറുപടി പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെയും പേരെടുത്ത് പറയാനോ അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ
ഒരു രീതിയിലും ശ്രമിച്ചിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല വൈബ്രേഷനുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാനലിലെ ഓരോ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ എത്രയോ പേര് നിരന്തരം ഈ ചാനലിനെ കുറിച്ച് നമ്മളോട് നല്ല നല്ല അഭിപ്രായം, വളരെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ, അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാവുന്നുണ്ട് നമ്മൾ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നാച്ചുറലി വരുന്നു എന്ന് ഒരാൾ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രത്യേകതയല്ല, നമ്മളിലൂടെ എന്തോ ഗുരു പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം ഗുരുവിന് മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗുരുവിൻ്റെ എന്തോ ഒരു ലൈറ്റ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ അത് കേട്ടപ്പോൾ സന്തോഷിച്ചു. കാര്യം ആരാധനാലയത്തിന്റെ മുമ്പ് വെച്ചാണ് അവരത് പറഞ്ഞത്. ഇന്ന് ഒരു അമ്മ പറഞ്ഞു ആരാധനാലയത്തിന്റെ മുമ്പ്. ആശയോട് പലരും ഇതേപോലെ പറയാറുണ്ട്. പലരും നമ്മൾ ഈ ചാനൽ ഇടയ്ക്ക് നിർത്തി വെച്ചേക്കുമ്പോൾ പലരും എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് 4 വശത്തുനിന്ന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് അവർക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതായിട്ട് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചിലരൊക്കെ എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ കുറച്ചു കാലം മാറി നിന്നവരൊക്കെ വീണ്ടും തിരിച്ചു വന്നു, ചിലർ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പം എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഡെവിളാണെന്നാണ് അവർ പറയുന്നത്. ഈ ചാനൽ ഡെവിളാണ്. അപ്പോൾ ശരി, എന്നാൽ അവരുടെ ചാനലിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. ആ ചാനലിൽ ഈ പറയുന്ന എല്ലാം ആൾക്കാരെ കുറ്റം പറയുക, അധിക്ഷേപിക്കുക, പരിഹസിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഗുരുവാണിയും ഗുരുവിൻ്റെ കാര്യങ്ങളും ഫോട്ടോകളും ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടിട്ടുണ്ട്. അതായത് ഇത്രയും അഴുക്കിൻ്റെ ഇടയിൽ നിരന്തരം ആൾക്കാരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും അപഹാസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗുരുവാണികളും ഗുരുവിൻ്റെ കാര്യങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇടാം. ആ ഒരു സ്വഭാവത്തെക്കുറിച്ച്, അത്ര ഒരു ലാഘവത്വത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി ഇത് കൈകാര്യം ചെയ്യുന്ന. പിന്നെ ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞ് ഇപ്പം കുറച്ചിത് മയപ്പെടുത്തിയിട്ടുണ്ട് ഈ ആൾക്കാരെ പരിഹസിക്കുന്നതൊക്കെ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തും വിളിച്ച് പറയുമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പം പിന്നെ ഇത് മോശമാണെന്ന് മനസ്സിലായിട്ട് കുറച്ചൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡെവിളിസ്റ്റിക് ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ വയലൻസും ദേഷ്യവും വിദ്വേഷവും എല്ലാം പ്രചരിപ്പിക്കുന്ന വ്യക്തികളോ, ഞാൻ എപ്പോഴും സ്നേഹം കൊണ്ട്, ശാന്തി കൊണ്ട്, സമാധാനത്തോടെ എല്ലാത്തിനെയും സഹിക്കുകയും ക്ഷമിക്കണം എന്നെല്ലാം പഠിപ്പിക്കുന്ന ഞാനാണോ ഡെവിള്? അപ്പോൾ ഡെവിളിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾക്ക് അടിമയായ ഒരു വ്യക്തിക്ക് ഇത് ഡെവിളായിട്ട് തോന്നും. അത് സ്വാഭാവികമാണല്ലോ. ഡെവിളിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യങ്ങളെ ഡെവിളായിട്ട് തോന്നുകയാണ്. കാര്യം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സ്നേഹവും സമാധാനവും ശാന്തിയും ഒരു സഹകരണവും ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഫൈറ്റ് നിൽക്കുമല്ലോ. കാര്യം ഈ യുദ്ധം, ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണല്ലോ, യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഡെവിളിസ്റ്റിക് മൈൻഡിൽ നിന്ന് നമുക്ക് നൽകിയ ഒരു പേരാണ് ഇത് ഡെവിൾ എന്നുള്ളത്. അപ്പം അത് സത്യം പറഞ്ഞ ഒരു അംഗീകാരം. എന്താണെന്ന് വെച്ചാൽ ഈ ഡെവിളിസ്റ്റിക് ചിന്താഗതിക്കാരെ സംബന്ധിച്ച് ഇത് ഡെവിളായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് നല്ലതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവരെല്ലാം നമ്മളെ നല്ലതെന്ന് പറയാത്തത് ഭാഗ്യം. അവര് അപഹസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങളാണ്. അതൊന്ന് അനലൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കേട്ട പാതി നമ്മളിലെ കാള പെറ്റിട്ട് കയറെടുക്കുന്ന പോലെ അങ്ങ് വിശ്വസിക്കാതെ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത കാര്യം എന്താണ് ആശ? ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചു പോകും. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് ഇപ്പൊ ലൂസിഫർ സിനിമ ഇറങ്ങിയല്ലോ, അത് പിന്നെ ഇപ്പൊ ലോക, അതായത് കള്ളിയങ്കാട്ട് നീലിയുടെ ഈ കഥ. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി, അതായത് പൈശാചികമായിട്ടുള്ള തീംസ്, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പൊ ഇറങ്ങുന്നു. ലോകത്ത് ഇങ്ങനെയുള്ള ആ രീതിയൊക്കെ പെരുകുന്നതിന്റെ കാരണം അത് നമ്മുടെ ആശ്രമത്തിന്റെ ഈ ഒരു പ്രവർത്തനം ശരിയല്ലാത്തത് കൊണ്ട് ഈ പൈശാചികങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നാട് മുഴുവനും ലോകം മുഴുവനും ഇങ്ങനെ ഇളകി വരുന്നു. അതാണ് അവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ആരോപണം. അതിനെക്കുറിച്ച് ശ്രീ എന്ത് പറയുന്നു? അപ്പോൾ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച്, അതായത് മനുഷ്യ മനസ്സിൻ്റെ ഒരു ചേഞ്ചും ഇപ്പോൾ നടക്കുന്ന കുഴപ്പങ്ങൾ, അതായത് ഇപ്പോൾ സിനിമാ രംഗത്തായാലും ഇപ്പോൾ പൈശാചികമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പല രംഗത്തും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെല്ലാം ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി, അതിനെല്ലാം ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ ഭരണരംഗത്തിൻ്റെ കുഴപ്പമായിട്ട് പുള്ളി ആരോപിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമകളെക്കുറിച്ച് ഇപ്പോൾ കള്ളിയങ്കാട്ട് നീലി അങ്ങനെയൊക്കെയുള്ള സിനിമ, അത് പണ്ട് കാലത്തും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കൃഷ്ണപ്പരുന്തും അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള യക്ഷി സിനിമകളൊക്കെ ഒരുപാട് പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വേൾഡിലാണെങ്കിൽ ഈവിൾ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകൾ ലോകത്തിലും ഉണ്ടായിട്ടുണ്ട്, ലോക സിനിമയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും മനുഷ്യനോടൊപ്പം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ നെഗറ്റിവിറ്റി. മനുഷ്യൻ്റെ പരിണാമത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം നെഗറ്റിവിറ്റികൾ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ വലിയ ഒരു മാറ്റമുണ്ട്. പിന്നെ കാലഘട്ടം പുരോഗമിച്ചു, ശാസ്ത്രീയമായിട്ട് പുരോഗമിച്ചു, മനുഷ്യൻ്റെ മനസ്സ് മാറി.
ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റിവിറ്റി വന്നു. അപ്പം നമ്മുടെ ഗുരുവിൻ്റെ ഒരു ജന്മത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വിനാശകരമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള യുദ്ധങ്ങളും കെടുതികളും എല്ലാമായിട്ടുള്ള ഒരു കാലഘട്ടം. അതിനുശേഷം ഗുരുവിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു ശാന്തി, ലോക യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ഒരു ശാന്തിയായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അത് ഈ സുപ്രീം സ്റ്റേറ്റിലുള്ള ഗുരുക്കന്മാർ ഇങ്ങനെ ഒരു പ്രത്യേക അവതാര സ്വഭാവത്തിൽ വരുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വർക്ക് നടക്കുമെന്നാണ് പറയുന്നത്. അവരുടെ അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ ഈ ഫൗണ്ടർ ഗുരുക്കന്മാരൊക്കെ വരുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വർക്കും ഒരു പീസും ഒക്കെ ഉണ്ടാവും. യൂണിവേഴ്സലായിട്ട് അത് വിശ്വസിച്ചാലും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും ലോകത്തിൽ മൊത്തത്തിലായിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. എന്നാൽ അടുത്ത ഈ സദ്ഗുരുക്കന്മാർ പ്രവർത്തിക്കുമ്പോൾ സദ്ഗുരുക്കന്മാർ കുറച്ച് ആന്തരികമായ തലത്തിലാണ്, സൂക്ഷ്മമായ മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുക. അവർ ഈ യൂണിവേഴ്സ് ഓരോ ഗുരുക്കന്മാർക്കും ഓരോ തലത്തിലാണ്. അപ്പോൾ അവിടെ കുറച്ച് വിശ്വാസ സ്വഭാവത്തിൽ വരുന്നവരിലൂടെ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ പ്രവർത്തിച്ച് ഓരോ ഈ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഈ രണ്ടാമത്തെ ഗുരുക്കന്മാരുടെ ആന്തരിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാരുടെ രീതി. അപ്പോൾ ഇതൊക്കെ ഒരു മനഃശാസ്ത്രമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയമായൊരു വിഭാഗം ഈ ഗുരുക്കന്മാർ ഏത് രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള എല്ലാം അതിനെക്കുറിച്ചൊക്കെ അതിൻ്റേതായ കറക്റ്റ് ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളെയും കെടുതികളെയും വിഷമങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് അനേക ഗുരുക്കന്മാർ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിപത്തുകളും കെടുതികളും ദോഷങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ ഗുരുവായാലും ഗുരുവിൻ്റെ പിന്നെ പ്രഡിക്ഷനിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യകാലങ്ങളിൽ 8 യാമങ്ങളിൽ ആരാധന എന്ന് പറഞ്ഞപ്പോൾ ആരോ അത്രയും വേണമെന്ന് എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് 24 മണിക്കൂറും പ്രാർത്ഥിച്ചാലും തീരാത്തത്ര ദോഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ച്. അപ്പോൾ ഗുരു എന്തെല്ലാം വലിയ യുദ്ധങ്ങളും ഇന്ത്യയിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനത്തെക്കുറിച്ച് ഗുരു ഒരുപാട് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചേഞ്ചുകൾ ഇങ്ങനെ ഒരുപാട് ഇത് കലാമിറ്റികളായിട്ടും പ്രശ്നങ്ങളായിട്ടും ഒക്കെ ലോകം മൊത്തത്തിലുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പൈശാചിക ക്രമത്തിനെല്ലാം ഒരു മാറ്റം വരുമ്പോൾ ആ പൈശാചിക ക്രമങ്ങളുടെ എല്ലാം ആകെത്തുകയായിട്ടുള്ള അവസാനത്തെ കലാശക്കൊട്ട് പോലുള്ള എല്ലാ പ്രകടനങ്ങളും പൊങ്ങി വരുന്നതാണ് ലോകം മൊത്തം. അപ്പം ഇതെല്ലാം പൊങ്ങി വരുമ്പോഴാണ് ജനങ്ങൾ ഇതിൽ അസഹിഷ്ണുതരാകുന്നത്. അങ്ങനെ ജനങ്ങളും ഭരണരംഗങ്ങളും ബുദ്ധിജീവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാം ഈ അസഹിഷ്ണുതകളും ഈ നെഗറ്റിവിറ്റികളും എല്ലാം കണ്ടിട്ട് ഈ എല്ലാം ചെളിയാകുമ്പോൾ അപ്പോഴാണ് അവിടെ താമര വിരിയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത്രയും അസഹിഷ്ണുത ആകുമ്പോഴാണ് അവിടെ ഒരു ശാന്തിയുടെ മുറവിളി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ശാന്തിക്ക് വേണ്ടി എന്താണ് വഴി, അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴി എന്താണ് എന്ന് ഇത്രയും കലുഷിതമായ ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ മാത്രമാണ് മനുഷ്യർ അന്വേഷിക്കുന്നത്. അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ തന്നെ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴാണ് എല്ലാവരും മതഭേദങ്ങളും എല്ലാം മറന്നിട്ട് ഐക്യപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളെല്ലാം ഐക്യം വരുന്നത് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും അത് മനുഷ്യരാശി ചെയ്തു കൂട്ടിയ അതിൻ്റെ ആകെത്തുകയായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആകെത്തുകയായിട്ടുള്ള ഇപ്പോൾ ഈ വ്യക്തികളും ഈ പറയുന്ന വ്യക്തികളും ഒക്കെ ചെയ്തു കൂട്ടുന്ന നെഗറ്റിവിറ്റികൾ, സ്പ്രെഡ് ചെയ്യുന്ന സ്പർദ്ധകൾ, വൈരാഗ്യങ്ങൾ, ദേഷ്യങ്ങൾ, വയലൻസുകൾ, ഇതെല്ലാം യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ പോയിട്ട് തിരിച്ച് ഇങ്ങനെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് വരുമ്പോൾ ഇത് ഒരു ശാന്തിയുടെ തുടക്കം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ലോക ഗുരുക്കന്മാരെല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ കലാമിറ്റികളെ കുറിച്ച്. അപ്പോൾ ഈ സമയത്തെ എങ്ങനെ നമ്മൾ അതിവർത്തിക്കണം, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, എങ്ങനെ ലോക സ്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, എങ്ങനെ ഏകം സത്യമായ ദൈവിക മാർഗം എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇത്രയും നെഗറ്റിവിറ്റിയിലൂടെ വന്നിട്ട് ഒരു പോസിറ്റിവിറ്റിക്കുള്ള തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു ദീർഘവീക്ഷണം ഉണ്ടാകുമ്പോഴാണ് അത് ജ്ഞാനത്തിൻ്റെ വഴിയാകുന്നത്. അല്ലാതെ ഇതിനെല്ലാം ഇങ്ങനെ അപലപിക്കുന്നത് ഒരു നെഗറ്റിവിറ്റി കൂട്ടുന്നതാണ്. അതായത് നെഗറ്റീവിനെ കണ്ട് നെഗറ്റീവായിട്ട് അപലപിക്കുന്നത് നെഗറ്റിവിറ്റിയെ കൂട്ടുന്ന പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ നെഗറ്റീവിനിടയിലും പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്ന മനസ്സുകളെ കൊണ്ടാണ് ഈ ലോകത്തിന് പരിവർത്തനം വരേണ്ടത്. ഇപ്പം തന്നെ ഈ പൈശാചികം, ഈ നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന അതിനെ എതിർക്കുന്ന വ്യക്തികൾ സത്യം പറഞ്ഞാൽ അനുകൂലിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. കാര്യം നമ്മൾ എന്തിനെ ശക്തമായിട്ട് എതിർക്കുന്നു അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ്. അത് എതിർപ്പ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ള അനുകൂലവും എതിർപ്പും തമ്മിൽ അത് മാനസികമായ ഇങ്ങനെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. മാനസികമായ പ്രവർത്തനങ്ങൾക്ക് ഉപരിയാണ് ദൈവികമായ പ്രവർത്തനം. അപ്പോൾ ദൈവികമായ പ്രവർത്തനം ന്യൂട്രലാണ്, അത് സ്നേഹത്തിൻ്റെതാണ്, സത്യത്തിൻ്റെതാണ്. അപ്പോൾ അതിന് നിസ്സംഗതയാണ്.
ഇതുപോലുള്ള കാര്യങ്ങൾ നെഗറ്റീവിനോടും പോസിറ്റീവിനോടും നിസ്സംഗമായി കൊണ്ടാണ് ആത്മബോധത്തിലേക്ക് വളരുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ എതിർക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം അവർ അനുകൂലിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവർ രണ്ടുപേരും ഒരേ തട്ടിൽ തന്നെയാണ്, മാനസിക തലത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് സിനിമകളിലൂടെയൊക്കെ ഈ നെഗറ്റീവായിട്ടുള്ള ശക്തികളെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ സ്പ്രെഡ് ചെയ്യും. നെഗറ്റീവ് ആണെന്ന് തന്നെയാണ് പറയുന്നത്, അതിനെ അവർ നശിപ്പിക്കുന്നതായിട്ട് പറയും. അല്ലെങ്കിൽ ഈ സിനിമകളിലൂടെയൊക്കെ നെഗറ്റീവ് ശക്തികൾ ഗ്ലോറിഫൈ, ഇതെല്ലാം ആക്ച്വലി നെഗറ്റീവായിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാം നെഗറ്റീവിൻ്റെ വർക്ക് തന്നെയാണ്. അപ്പോൾ ഈ നെഗറ്റീവിനെ ശക്തമായിട്ട് അപലപിക്കുന്നതും വെറുക്കുന്നതും ഇതെല്ലാം നെഗറ്റീവിൻ്റെ വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം സ്നേഹം കൊണ്ട് അതിവർത്തിക്കുന്നതാണ് പോസിറ്റീവായിട്ടുള്ള വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവിന് പലപ്പോഴും പല വിധത്തിലുള്ള പൈശാചികത്വങ്ങളും ബാധകളും നെഗറ്റിവിറ്റി ആയിട്ടൊക്കെ വരുന്ന, അല്ലെങ്കിൽ കർമ്മദോഷങ്ങളും വളരെയധികം നെഗറ്റീവ് സ്വഭാവങ്ങളുമായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഗുരു അവരെ അങ്ങ് അടിച്ചു കളയുകയല്ല ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടെ അവരെല്ലാം പിടിച്ചു നിർത്തി ഇതിനെ പരിവർത്തനപ്പെടുത്തും. അപ്പോൾ ഗുരു ഈ നെഗറ്റിവിറ്റിയോട് നിസ്സംഗത കാണിക്കും. എന്നിട്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറിക്കൊണ്ട് ഗുരുവിൻ്റെ സ്നേഹം കൊണ്ട് ഈ നെഗറ്റിവിറ്റിയിൽ പരിവർത്തനം വരുത്തും. അല്ലാതെ നെഗറ്റീവിനെ നെഗറ്റീവ് എന്ന് പറയുന്ന വ്യക്തികൾ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ദേഷ്യമായിട്ട് ഈ പൈശാചികത്വം, നെഗറ്റിവിറ്റി, ദോഷം, മറ്റേ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ദൈവമേ മറ്റതേ എന്നൊക്കെ പറഞ്ഞുള്ള ഈ അഭിനയങ്ങളും ഇതെല്ലാം വെറും നാടകങ്ങളാണ്. അത് സത്യത്തിൻ്റെ വഴിയല്ല. ആൾക്കാരെ പറ്റിക്കാവുന്നേ ഉള്ളൂ. ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരെ വാചക കസർത്ത് കൊണ്ട് പറ്റിക്കുക, അത് ആധ്യാത്മികമായ മാർഗ്ഗമല്ല, ശാന്തിയുടെ മാർഗ്ഗമല്ല. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റിവിറ്റിക്ക് ഇടയിൽ എങ്ങനെ ശാന്തിയുടെ വെളിച്ചം കൊണ്ടുവരാം. ഇനി അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കാരണമായി, നമുക്ക് കണ്ണു തുറക്കേണ്ട ഒരു സമയമായി, അത് അതിൻ്റെ പോസിറ്റീവ് വശം. പിന്നെ ഇത്രയും നെഗറ്റിവിറ്റിക്കിടയിൽ നമ്മൾ ചിന്തിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യന് ചിന്തിച്ചാൽ നമുക്ക് ദൈവം, കരുണാമയനായ ദൈവം നമുക്ക് ശുദ്ധവായു തന്നിരിക്കുന്നു, വെള്ളം, ആഹാരം, നമുക്ക് സ്വാതന്ത്ര്യം. മറ്റ് പണ്ട് കാലത്തൊക്കെ നമ്മളെ നിന്ന നിപ്പിലൊക്കെ വന്ന് ചിലപ്പോൾ ചവിട്ടി കൊന്നുകളയും, ഒരു സ്വാതന്ത്ര്യമില്ല. അല്ലെങ്കിൽ നിന്ന നിപ്പിൽ യുദ്ധം വരും, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, അങ്ങനെയൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളില്ല, ഭക്ഷണമില്ല. വളരെയധികം കഷ്ടപ്പെട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഈ നീലാകാശം, നമുക്ക് നല്ല നല്ല പാട്ടുകൾ, സ്നേഹം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഉള്ളതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒന്നുമില്ല എല്ലാം നെഗറ്റീവ് കുഴപ്പങ്ങളെന്നൊക്കെ പറയാം. നമ്മൾ മനുഷ്യരാശിയുടെ എന്താ പറയുക, സ്വാതന്ത്ര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ രംഗത്ത് വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഏറ്റവും സൗകര്യപ്രദമായ എല്ലാ സാഹചര്യം കൊണ്ടും, ധനം കൊണ്ടും, സമ്പത്തും, ഐശ്വര്യം എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ അതിൻ്റേതായ നെഗറ്റിവിറ്റിയും കലുഷിതവും ഫ്രസ്ട്രേഷനും പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ നല്ലതിനെ എങ്ങനെ കൂടുതൽ നല്ലതാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നല്ലതിനെ എല്ലാം അവഗണിച്ചിട്ട് ഈ മോശങ്ങളെ മാത്രം എടുത്ത് പെരുപ്പിച്ച് പറഞ്ഞ് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ദൃഷ്ടി അതിലാക്കുന്നത് സത്യം പറഞ്ഞ ഒരു പൈശാചികമായ വർക്കാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും നന്മയിലേക്ക്, സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, പോസിറ്റിവിറ്റിയിലേക്ക് ആധ്യാത്മികരായ വ്യക്തികൾ തിരിയണമെന്നുള്ളതാണ്. അങ്ങനെ തിരിഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ സത്യത്തിലേക്ക്, ദൈവികതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതേപോലുള്ള തെറ്റായ രീതി, എല്ലാ കാര്യങ്ങളെയും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നതെന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് എന്താണ് ആശ? ശ്രീ, പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രഞ്ജമ്മാമൻ, വന്ധ്യവയോധികനായ രഞ്ജമ്മാമനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞു. എത്ര മോശമായിട്ടാണ് ഇത്രയും പ്രായമുള്ളവരെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്, എന്താ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യം അയാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് രഞ്ജമ്മാവനെ കുറിച്ച് പറയുമ്പോൾ ഈ പരമ്പരയിൽ തന്നെ രഞ്ജമ്മാവനെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത്രയും പുകഴ്ത്തി, അദ്ദേഹത്തിൻ്റെ പഴയ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര മനോഹരമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഗുരുസ്ഥാനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കാണുന്നതിൽ അദ്ദേഹത്തിനൊരു ചെറിയ തെറ്റ് പറ്റിയെന്ന് ഞാൻ സംസാരിച്ചു. അതായത് അത് അദ്ദേഹത്തിന് അതിൽ കുറ്റപ്പെടുത്താനും കഴിയില്ല. കാര്യം അതിന് ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ട് സംസാരിച്ചിട്ടുള്ള ചില ഗുരുവാണികൾ, അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീ സഹജമായിട്ടുള്ള ചില കുറവുകളെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ചില സംശയങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഈ റിബൽസ് ആയിട്ടുള്ള വ്യക്തികളെ പോലെ മാറി നിന്ന് പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാനോ നാറ്റിക്കാനോ അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളിലും അദ്ദേഹം ഏർപ്പെട്ടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ പരസ്യമായി ഇവരുടെ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുകയോ ഇവരോട് അനുകൂലിച്ചൊന്നും, എന്ന് വെച്ചാൽ ഈ ഗുരു കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലും അദ്ദേഹം കൂട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ്.
പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായി തെറ്റിദ്ധാരണയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സ്ത്രീ സഹജമായ ഒരു വിഷയത്തെയൊക്കെ ഗുരു എങ്ങനെ അതിവർത്തിച്ചു, അവസ്ഥാപൂർത്തീകരണത്തിൽ എങ്ങനെ അതിവർത്തിച്ചു എന്നും, അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു വലിപ്പം, ഇപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ശിഷ്യപൂജിതയായാൽ പോലും അദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയ ഒരു ആധ്യാത്മിക ആചാര്യനായിട്ട് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. എന്നോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇവരെ പോലെ വളരെ അടച്ചധിക്ഷേപിക്കില്ല. കാര്യം ഗുരുവിനോടൊപ്പം ചെറുപ്പം മുതൽ വളർന്നു വന്ന ഇത്രയും വലിയ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിയത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഗുരുവിൻ്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു വളരെ ഉയർന്ന ഒരു സന്യാസിനിയായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയില്ല. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിപൂർവം ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അധിക്ഷേപിക്കുന്ന കാര്യമില്ല. അപ്പോൾ അത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് തെറ്റ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രഞ്ജൻ മാമൻ ഈ ബൈലോയെക്കുറിച്ച് ശ്രീ മനോജ് കുമാർ പീതാംബരൻ സാർ, പ്രൊഫസർ മനോജ് കുമാർ പീതാംബരൻ സാറിന് ഇങ്ങനെ അയച്ചു കൊടുത്തായിട്ട് അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് ഒന്ന് സംസാരിച്ചു. അപ്പോൾ എന്താണ് കാരണം ഈ ബൈലോയെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബൈലോയൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗുരു കുറച്ച് ആൾക്കാരുമായിട്ട് ഇരുന്ന് ആശ്രമത്തിനെ ലീഗലൈസ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ എഴുതി ഉണ്ടാക്കിയതാണ്. അതിനപ്പുറത്തേക്കൊരു വാലിഡിറ്റി ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം ഗുരു പോലും ആശ്രമത്തിൻ്റെ ആദ്യകാലത്ത് ഗുരു ശരീരത്തിൽ ഇരുന്ന സമയത്ത് തന്നെ നോക്കിയ ഓരോ കാലഘട്ടത്തിൽ മാറ്റി മാറ്റി ഓരോന്ന് തിരുത്തിയിട്ടുണ്ട്, സമയാസമയങ്ങളിൽ ഉചിതമായ രീതിയിൽ. അപ്പോൾ ഉചിതമായ രീതിയിൽ കാലഘട്ടത്തിൽ ഗുരു തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത തലമുറയിൽ മാറ്റേണ്ട സാഹചര്യം വരുമ്പോൾ മാറ്റുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഗുരുക്കന്മാർ പോലും കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഗുരുക്കന്മാർ കള്ളം പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഗുരുക്കന്മാർ കള്ളം പറയുകയല്ല, ഗുരുക്കന്മാർ സത്യത്തിൻ്റെ പരമമായ സത്യത്തിൻ്റെ വക്താക്കന്മാരാണ്. പക്ഷേ ആ വക്താവായിരിക്കുമ്പോഴും മനുഷ്യ മനസ്സ് കള്ളത്തരത്തിൽ അന്ധകാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ മനുഷ്യ മനസ്സിൻ്റെ ഇളക്കി മാറ്റി തിരുത്തിയെടുക്കാൻ ഗുരുക്കന്മാർക്ക് കള്ളത്തരം ഉപയോഗിക്കേണ്ടി വരുന്നു. ആ സത്യത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കള്ളം ഉപയോഗിക്കേണ്ടി വരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ധർമാനന്ദ സ്വാമി എന്നോട് സംസാരിച്ചു. ഇപ്പോൾ ഈ വിനായക സാറിനെ എത്ര വഴക്ക് പറഞ്ഞിട്ടും ശാസിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു മനസ്താപം ഉണ്ടാകുന്നില്ല എന്ന് ഗുരു പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷനിൽ അവരെല്ലാവരും കൂടെ പോയപ്പോൾ ഗുരു ഒരു ഭയങ്കര വഴക്കങ്ങളുണ്ടാക്കി. എന്നിട്ട് അവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, ആറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞു വിനായക സാറിനെയൊക്കെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ച് വിറച്ച്, വിനായക സാർ ഉൾപ്പെടെ എല്ലാവരും പേടിച്ചു പോയി. അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ ധർമാനന്ദ സ്വാമിയോട് ഗുരു ചിരിച്ചിട്ട് വെച്ച് എങ്ങനെ ഉണ്ടായിരുന്ന അഭിനയം. അപ്പോൾ ധർമാനന്ദ സ്വാമി പോലും അപ്പോഴാണ് മനസ്സിലാക്കി ഇത് ഗുരുവിൻ്റെ അഭിനയമായിരുന്നു. അപ്പോൾ ഇതുപോലെ എത്ര സൂത്രങ്ങളും എത്ര പറ്റിപ്പുകളും ഗുരു നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ഈ രീതിയിൽ പറ്റിച്ചുകൊണ്ട് സൂത്രം പ്രയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ മനുഷ്യൻ്റെ മനസ്സിനെ തിരുത്തിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഗുരുവാണികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഗുരുവാണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗുരു സംസാരിച്ചിട്ടുള്ള കുറച്ച് പൊതുജനങ്ങളോട് പൊതുവായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഗുരുവാണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ആശ്രമ സ്വഭാവത്തിൽ ശിഷ്യന്മാരുടെ അടുത്ത് പേഴ്സണലായിട്ട് ഗുരു എന്തൊക്കെ പറഞ്ഞു, ഒരു ജീവിച്ചപ്പോൾ എന്തൊക്കെ അവരെ തിരുത്തിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ. ഇപ്പോൾ ശിഷ്യ പൂജിതയെ പോലുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഉയർന്ന സന്യാസിമാരുടെ അടുത്ത് ഓരോ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ചില ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള സെൻസുകൾ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ഗുരുപൂജ ചെയ്യണം, അങ്ങനെ എങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള എന്തെല്ലാം രഹസ്യങ്ങളുണ്ട് മനുഷ്യന് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ടേ? ഇത് ഗുരു നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഈ നേരിട്ട് ഓരോ കാര്യങ്ങളും നിത്യ ജീവിതത്തിൽ ഗുരു എന്തെല്ലാം പരിവർത്തനം വരുത്തിയേക്കുന്നു. അപ്പം ഇതൊന്നും ഇനി വേണ്ടെന്നാണോ പറയുന്നത്? അതായത് ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരെ കോൺഷ്യസ്നെസ്സിൽ പരിവർത്തനപ്പെടുത്തി മനുഷ്യ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്ന, മനുഷ്യ സമൂഹത്തിന് അജ്ഞാതമായിരിക്കുന്ന, മനുഷ്യ സമൂഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രഹസ്യമായ ഗുഹ്യതരമായ ഗുരുക്കന്മാരുടെ ആന്തരിക രഹസ്യങ്ങളൊന്നും ഇനി വേണ്ടെന്നാണോ? ഈ പൊതുസമൂഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതിയെന്നാണോ പറയുന്നത്? അപ്പം ഗുരുക്കന്മാർ പിന്നെ എന്തുകൊണ്ട് കള്ളം പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊരു പൈശാചികമായിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. അതായത് മനസ്സായിട്ട് ഈ ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ മണ്ഡലങ്ങൾ, വളരെ ഉയർന്ന സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഈ മാനസിക തലത്തിലുള്ള ആധ്യാത്മിക മണ്ഡലങ്ങളിൽ എത്തിയാൽ അത് മാനസിക തലം അതിനെ കോപ്പി അടിച്ച് കളയും. എല്ലാ കാര്യത്തിനും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അറിവിനെ എല്ലാം മാനസിക തലം കോപ്പി അടിച്ചിട്ട് അതിന് ബദലായിട്ടൊരു ആധ്യാത്മികത ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർ രഹസ്യമായിട്ട് വയ്ക്കുന്നത്, എല്ലാം അപ്പോഴേ പറയാവൂ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പൈശാചിക പ്രവണത നിലനിൽക്കുമ്പോൾ ഗുരുക്കന്മാർ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല.
എല്ലാ കാര്യങ്ങളും ഇനി മുൻകൂട്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഈ മെട്രിക്സിലോട്ട്, ഈ മാനസിക തലത്തിലോട്ട് അത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബദലായിട്ടുള്ള, അതിന് എതിർക്കാനുള്ള, അതിനെ തകർക്കാനുള്ള എല്ലാ പ്രവൃത്തികളും അപ്പോഴേ തുടങ്ങുന്നതാണ് ഈ മെട്രിക്സിൽ, ഈ യൂണിവേഴ്സൽ മൈൻഡിൽ. അപ്പം യൂണിവേഴ്സൽ മൈൻഡിനെ പൊട്ടിച്ചുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള തലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരിക്കലും ഗുരുക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുക്കന്മാർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഗുരുവിനറിയാം ഈ ഗുരുസ്ഥാനത്ത് ഇവിടെ ആളുണ്ടാകും, എല്ലാ കാലത്തും ഞാൻ തന്നെ ഭരിക്കുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വാക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ പരമ്പരയിൽ എക്കാലവും ബ്രഹ്മനിശ്ചയപ്രകാരം ഇതിന് തെറ്റുവരാതെ മുന്നോട്ട് പോകുമെന്നുള്ള ആ വാക്കുള്ളത് കൊണ്ട് ഗുരുവിന് പേടിക്കാനൊന്നുമില്ല. ഗുരു എന്ത് പറഞ്ഞാലും അത് സമയാസമയങ്ങളിൽ അപ്പോൾ പുതിയതായി ഈ യൂണിവേഴ്സൽ മൈൻഡിന് ഇത് പഠിച്ച് ഇതിനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ പുതിയ ധർമ്മം നടപ്പാക്കുമെന്നും, ഇത് യൂണിവേഴ്സൽ മൈൻഡ് പഠിച്ച് ഇതൊരു ഹാബിറ്റ് ആക്കുമ്പോഴത്തേക്ക് പുതിയ ധർമ്മം കൊണ്ടുവന്ന് ഗുരുക്കന്മാരെ സനാതനമായി എപ്പോഴും നൂതനമായി ആ ധർമ്മം നിലനിർത്തുമെന്നും വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഗുരു ഇതിനെ ഒന്നും തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ ഗുരുക്കന്മാരെ മാനിച്ച് പൊയ്ക്കോളണം എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള വഴി. ഈ യൂണിവേഴ്സൽ മൈൻഡിനെ അതിവർത്തിച്ച് നിൽക്കണമെങ്കിൽ അപ്പോൾ മാനിച്ചുകൊണ്ട്, ഗുരുക്കന്മാരെ മാനിച്ചുകൊണ്ട് പോകുക എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ മനോജ് കുമാർ സാറിനോട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന വ്യക്തികൾക്ക് ചിന്തയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജ്ഞാനമാർഗത്തെക്കുറിച്ച് അറിയാമോ? കാര്യം അവർ ഈ കേട്ടും കണ്ടും വായിച്ചും പഠിച്ചും വെച്ചേക്കുന്ന കാര്യങ്ങളെ ഒരു റോബോട്ടിക്കൽ ഇൻഫർമേഷനായിട്ട് ചിന്തകളാക്കി മാറ്റി ഈ ചിന്തകൾ കൊണ്ടുള്ള അറിവല്ലാതെ ചാറ്റ് ജി പി ടി പോലെ ചിന്തകൾ, തോട്ട്സ്, ഈ തോട്ട്സ് എന്ന് പറയുന്ന എനർജി, ഈ മൈൻഡിന്റെ തലത്തിലുള്ള ചിന്തകൾ കൊണ്ടുള്ള അറിവല്ലാതെ യഥാർത്ഥമായ ജ്ഞാനം അവർക്കുണ്ടോ? ചിന്തകൾക്ക് അതീതമായ, ചിന്താതീതമായ സത്യത്തിന്റെ പ്രകാശത്തിൽ നിന്ന് വരുന്ന അറിവ് അവർക്കുണ്ടോ? അങ്ങനെയുള്ള അറിവുള്ളവരാണോ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഇവർക്ക് തെറ്റി, അല്ലെങ്കിൽ ഇവർ ഈ മെട്രിക്സിൽ ഇതിനെ ഒരു ആരാധന ക്രമമാക്കി മാറ്റാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുകയാണ്. ഇവരിലൂടെ ആ പൈശാചിക ശക്തികൾ പരിശ്രമിക്കുകയാണ്. ഈ ഗുരുമാർഗത്തെ, ഈ മെട്രിക്സിന്റെ ഭാഗമായി ഒരു ആരാധനക്രമം മാത്രമാക്കി മാറ്റണം. കാര്യം ഗുരുക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഈ സത്യത്തിന്റെ പ്രവൃത്തി നടക്കും. ഗുരുശിഷ്യ ബന്ധത്തിൽ ഈ മാനസിക തലത്തെ പൊട്ടിച്ചുകൊണ്ട് ശിഷ്യന്മാർ മുക്തി മാർഗത്തിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ മുക്തി മാർഗം ഒരു ഭാവന മാത്രമാണ്. ഈ മുക്തി എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ തലത്തിലും മുക്തിയുണ്ട്. ആ മുക്തിഭാവം ഒരു ഭാവന മാത്രമാണ്. ഏഴാമത്തെ അവസ്ഥയിൽ ശൂന്യതയിൽ പോയി ലയിച്ച് നിൽക്കാമെന്നേ ഉള്ളൂ. അത് മുക്തിയല്ല, ദൈവികമായ സ്പിരിച്വൽ ആയിട്ടുള്ള തലത്തിൽ കടക്കില്ല. അപ്പം ഇങ്ങനെ ഗുരുക്കന്മാർ മുക്തി മാർഗത്തിലേക്കുള്ള ഒരു വാതിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ തടുക്കാൻ വേണ്ടി ഇതേപോലുള്ള വ്യക്തികളിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ചിന്താതീതമായ ഒരു അറിവിൻ്റെ തുടക്കത്തെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനൊക്കെ മെഡിറ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മുടെ ഈ ഭ്രൂമധ്യത്തിൽ ഒരു പ്രത്യേക സ്റ്റേറ്റിലെത്തുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ എല്ലാം ഒരു വളരെ റിലാക്സായി ഒരു ട്രാൻസ് സ്റ്റേറ്റ് പോലെ എത്തിയതിന് ശേഷം നമ്മുടെ ഈ ഭ്രൂമധ്യത്തിൽ നമ്മൾ പുതിയൊരു ഡയമെൻഷനിലേക്ക് നമുക്കൊരു കാഴ്ച ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരിക്കും ഇപ്പോൾ ഈ ഒരു കാഴ്ച, ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തി, നമ്മളെ സംബന്ധിച്ച് ഇതൊരു സത്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു സോളിഡ് റിയാലിറ്റി പോലെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ നമുക്ക് ഈ ജാഗ്രൽ അവസ്ഥ എന്ന് പറയുന്ന ഒരു സോളിഡ് റിയാലിറ്റി നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ്. ഇനി സ്വപ്നം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും, സുഷുപ്തി എന്ന് പറയുന്ന സ്റ്റേറ്റും ഈ ബ്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭ്രൂമധ്യത്തിൽ നമുക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക്, നമ്മുടെ ആത്മബോധത്തിലേക്ക് ഒരു തെളിച്ചം തരും, ഒരു പുതിയ ഡയമെൻഷനിലേക്ക് ഒരു കാഴ്ച. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെളുത്ത അരയന്നം നമ്മളോട് വന്ന് സംസാരിക്കും. ഈ വെളുത്ത അരയന്നം, അപ്പോൾ അത് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അറിയാവുന്നവർക്കറിയാം. ഈ വെളുത്ത അരയന്നം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ തന്നെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആ വെളുത്ത അരയന്നത്തിൻ്റെ രൂപത്തിൽ വന്ന് സംസാരിക്കുക. അതാണ് ഈ പരമഹംസൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് ജന്മാന്തരങ്ങളായിട്ട് നേടിയിട്ടുള്ള ഈ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ആത്മബോധം ദൈവഗണമാണ്, അത് പൈശാചികമല്ല. അപ്പം ആത്മബോധം ദൈവഗണമാണ്, ദൈവത്തിനെ പോലെ. അതുകൊണ്ടാണ് ഈ ആത്മജ്ഞാനത്തിനും ബ്രഹ്മജ്ഞാനത്തിനും സിമിലാരിറ്റി ഉള്ളത്. പലരും ആത്മജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനം എന്ന് പോലും തെറ്റിദ്ധരിക്കാൻ കാരണം ഇതിന് സിമിലാരിറ്റി ഉണ്ട്. കാര്യം ദൈവഗണമാണ് ആത്മാവ്. അപ്പോൾ പക്ഷേ എന്നാൽ ഒരു ജീവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേടിയ അറിവാണ് ഈ ആത്മാവ് കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഇതെല്ലാം ഈ അരയന്നം നമുക്ക് സംസാരിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആധ്യാത്മികമായ രഹസ്യങ്ങളെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലുള്ള ആധ്യാത്മിക രഹസ്യങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം ഭൗതികമായ തലത്തിൽ മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഭൗതികമായ തലത്തിൽ നോർമലായിട്ടുള്ള നമ്മുടെ അവബോധം മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ആത്മബോധത്തിൻ്റെ
ഈ അരയന്ന സ്വഭാവത്തിൽ സംസാരിക്കുക, പിന്നെ പ്രകാശ സ്വഭാവത്തിൽ സംസാരിക്കുക. അങ്ങനെ ഓരോ തലത്തിലും മനസ്സ്, നമ്മുടെ ബോധം വികസിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ തലത്തിലാണ് ഈ അറിവുകൾ നമ്മളിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വാക്കുകൾ, അതായത് ഇൻഫർമേഷൻ, നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത, നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ചില ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് ഡിസെൻഡ് ചെയ്യുന്ന ഈ ജ്ഞാനം, അത് അപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികൾ, അപ്പോൾ ഇങ്ങനത്തെ, പിന്നെ കൂടാതെ തൻ്റെ നിജ സ്വഭാവം, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കും സാക്ഷിയായിട്ടുള്ള ഈ ഒരു ബോധത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ താനും ലോകവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നും ഈ ലോകത്തിൻ്റെ ഒരു സത്യ സ്വഭാവം എന്താണെന്നും മനസ്സിലാകുമ്പോൾ മാത്രമാണ് ഈ ഗുരുമാർഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ, ജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ചിന്ത കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ചിന്ത കൊണ്ട് അവർക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ അതിങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഈ മെട്രിക്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരവർക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെ, അതാണ് ഗുരുമാർഗം. അതായത് ഗുരു ഈ പബ്ലിക്കായിട്ട് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുത്തത് മാത്രമാണ് ഗുരുമാർഗം. എന്നാൽ ഗുരു പറയുന്നു, ഇനി ഈ തലമുറയിൽ, ഈ പരമ്പരയിൽ ബാക്കിയുള്ളത് അറിയിക്കും. ഇതൊരിക്കലും എല്ലാം പബ്ലിക്കായിട്ട് ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാത് സമയത്ത് അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഗുരു പറഞ്ഞു, എല്ലാ ഹയസ്റ്റ് ആയിട്ടുള്ള പിന്നെ വളരെ ഉയർന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്കത് മനസ്സിലാകാത്തൊരു സ്വഭാവം വരികയും വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് ഗുരു ഒന്നും അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പബ്ലിക്കായിട്ട്. അപ്പോൾ നമ്മൾ ദയവ് ഇത് മനസ്സിലാക്കുക, ഈ ബൈലോയും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ഗുരുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ആ സത്യമാണെന്നും ഇതിൻ്റെ ഈ പരമ്പരയിൽ സത്യമേ നടക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ മറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഷോർട്ട് കമ്മിങ്സിനെ, അതിനെ നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ തന്നെയാണ്. അവർ പ്രവർത്തിച്ചു വരുമ്പോൾ അതിലുള്ള ശരിയും തെറ്റിനെയും സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ കണ്ട് ഒത്തൊരുമയോടെ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു സഹിഷ്ണുതയും സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതിനെല്ലാം കുറ്റം പറഞ്ഞ് നശിപ്പിച്ച് കളയാമെന്നുള്ള മനുഷ്യൻ്റെ പൈശാചിക വാസന, പരസ്പര വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, പകയുടെ ആ സ്വഭാവത്തിലല്ല ഇതിനെയൊന്നും വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഞാൻ രഞ്ജമാവനെ ഒന്നും അധിക്ഷേപിച്ചിട്ടില്ല. രഞ്ജമാവനെ ഈ പരമ്പരയിൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് ഈ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഭാവത്ത് അദ്ദേഹത്തിന് അനുഭവവശമില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അത് അനുഭവവശമില്ലെങ്കിൽ ഈ കാര്യം മനസ്സിലാകാനും പറ്റില്ല. പിന്നെയും ഈ കാര്യത്തിൽ ബുദ്ധി ചെലുത്തുന്നവന് ഇത് മനസ്സിലാകാൻ പറ്റില്ല. പക്ഷേ ബുദ്ധിയെ സറണ്ടർ ചെയ്തിട്ട് സ്നേഹത്തിൻ്റെ ഒരു ആത്മസമർപ്പണം നടത്തുന്ന, അല്ലെങ്കിൽ തൻ്റെ ഗുരു സത്യമാണെന്നും ഈ ഇവിടെ നിന്ന് തെറ്റിക്കാൻ പറ്റില്ലെന്നും ബോധമുള്ളവന്, മറ്റു മനുഷ്യരുടെ പ്രവൃത്തികളെ നോക്കാത്തവന്, ഗുരുവിനെ മാത്രം നോക്കുന്നവന് സറണ്ടർ ചെയ്ത് ആത്മസമർപ്പണത്തിലൂടെ ഗുരു അപ്പോൾ നിയന്ത്രിക്കുമെന്നുള്ള ബോധത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെറുതെ നമ്മളെ വാദി പ്രതിയാക്കുന്ന രീതിയിൽ ഈ ചാനൽ നടത്തുന്ന വ്യക്തി നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ വാക്കുകളെ എടുത്ത് മാറ്റി മറിച്ച് നമ്മളെ അങ്ങ് തെറ്റായി ചിത്രീകരിക്കാനുള്ള ഒരു പരിശ്രമം. ഇപ്പോൾ ഗുരുക്കന്മാർ കള്ളം പറയുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വളരെ നല്ല വശത്തിൽ നമ്മളെ ശരിയാക്കാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവേ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള നാടക അഭിനയം, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അതും പാവങ്ങളെ പറ്റിക്കാൻ നടത്തുന്ന പ്രവൃത്തിയാണെന്ന് ഇവർക്ക് പോലും അറിയാം. നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, നിങ്ങൾ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇത് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. കാര്യം നിങ്ങൾ കോടതി ഭാഷയിൽ വാദത്തിന് മറുവാദം സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, ആധ്യാത്മികമായിട്ട് നിങ്ങൾക്ക് പുലബന്ധം പോലും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ചർച്ചകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. കോടതി ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നതിനെ വളച്ചൊടിച്ച് അങ്ങ് തിരിച്ച് മലത്തി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാം ശരിയായില്ല. ഇത് ആധ്യാത്മിക സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ വഴിയാണ്. അത് അതിൻ്റെതായ രീതിയിൽ അത് പ്രവർത്തിച്ച് പൂർത്തിയാക്കും. അടുത്ത എന്താണ് ആശ? സംസാരിച്ച് പുള്ളി അവസാനം ചോദിക്കുന്നത് സ്ത്രീയെക്കുറിച്ച്, താൻ ആരുവാ? എനിക്കറിഞ്ഞൂടാ അത് പറയാൻ. താൻ ആരുവാന്നാണ് ചോദിക്കുന്നത്. അതായത് ആരെന്നുള്ള ആ പുച്ഛത്തിന്റെ പരമകാഷ്ഠയിലുള്ളൊരു ചോദ്യമാണ്. ശ്രീ എന്താ പറയുന്നത്? ശ്രീ താൻ ആരുവാന്ന് ചോദിച്ചാൽ ശ്രീ എന്താ പറയുന്നത്? അപ്പം ഇത് ആ സംസാരം ഞാൻ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. കാരണം എന്ന് വെച്ചാൽ സംസാരിച്ച് അവർ ഒരുമാതിരി എക്സെൻട്രിക് ആയിട്ട് അവസാനം പറയുന്നത് താൻ ആരുവാ എന്ന് ചോദിക്കുന്നത്. അത് അദ്ദേഹം ഒരു എക്സെൻട്രിക് ആയിപ്പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ താൻ ആരുവാന്നല്ല ചോദിക്കേണ്ടത്. കാര്യം ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാണെന്നോ അല്ല ചോദിക്കേണ്ടത്. താൻ ആരുവാ എന്നാണ് ചോദിക്കേണ്ടത്. അവനവൻ താൻ ആരാണ്? ഇപ്പൊ ഗുരു തന്നെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മനുഷ്യനായി ജീവിച്ചു, ഇങ്ങനെ പോകുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി, മതങ്ങളൊക്കെ മനസ്സിലാക്കി. ഈ താൻ ആരാണ്? താൻ എങ്ങോട്ടാണ് പോണത്? തനിക്ക് എവിടേക്കാണ് പോകേണ്ടത്?
അപ്പൊ താൻ ആരാണെന്നാണ് ചോദിക്കേണ്ടത്. അതാണ് കറക്റ്റ് ചോദ്യം. ഇത് തെറ്റായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. ഞാൻ ആരാണെന്നാണോ ചോദിക്കേണ്ടത്? താങ്കൾ ഈ ലോകത്തിൽ വന്ന ഒരു തെറ്റായ ചോദ്യമാണ് ചോദിക്കുന്നത്. താൻ ആരാണ്, അവനവൻ ആരാണ്, അവനവൻ്റെ മനസ്സെന്താണ്, അവനവൻ എന്തുവരെ മനസ്സിലായി, അവനവൻ്റെ ബുദ്ധിക്ക് അതീതമായ എന്തെങ്കിലും തനിക്ക് അറിയാമോ, അല്ലെങ്കിൽ ആശ്രമ സ്വഭാവത്തിൽ ഗുരുക്കന്മാരോടൊപ്പം ജീവിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ തന്നെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് സുഹൃത്തെ, അല്ലാതെ എന്നെക്കുറിച്ചല്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം താൻ ആരാണെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ തെറ്റായ ഒരു ചോദ്യം. പിന്നെ എന്നെക്കുറിച്ച് പറയുമ്പോൾ, എന്നെക്കുറിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാക്ഷിയായിട്ടിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഞാനിപ്പോൾ നമ്മുടെ ബോധപൂർവമായ ഒരു മനസ്സിൽ നോക്കി, ഇപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന മനസ്സിൻ്റെ തെറ്റുകളെ എനിക്ക് കാണാം. തെറ്റുകളെ, നമ്മുടെ മനസ്സ് എവിടെയൊക്കെ തെറ്റുന്നു എന്ന് കാണാം. പക്ഷെ ശരികളെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ആത്മബോധത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഈഗോ, അഹന്താബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ നമുക്ക് കാണാൻ പറ്റില്ല. തെറ്റത് കാണിച്ചു തരില്ല, പക്ഷെ നമ്മുടെ ശരികളെ മാത്രം കാണും. പക്ഷെ ആത്മബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെയൊക്കെ നമുക്ക് കാണാം. കാര്യം നമ്മളത് ക്ലിയർ ആക്കാനുണ്ട്. ആത്മാവ് അത് കാണിച്ചു തരും. അതിനുശേഷം നമ്മുടെ ശരികളെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ശരികൾ നമ്മൾ പോലും അറിയാതെ നാച്ചുറലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കതിൽ അഹങ്കരിക്കാൻ പറ്റില്ല. അത് മറ്റുള്ളവർക്കേ അറിയാൻ പറ്റൂ. നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റു വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ ശരികൾ അറിയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ ഉള്ള അർഹതയുമില്ല, അറിവുമില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തെറ്റുകളെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആശ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുക. എന്നെക്കുറിച്ച് ആശയ്ക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ആശ എന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോ ശ്രീയുടെ അമ്മയെ കുറിച്ച് പറയാം ആദ്യം. ഇപ്പൊ അമ്മയുടെ 14ാമത്തെ വയസ്സിലാണ് അമ്മ ഗുരുവിശ്വാസിയാവുന്നത്. ഇന്ന് അമ്മയ്ക്ക് ഇപ്പൊ 74 വയസ്സായി. അപ്പോൾ ഒരു 60 വർഷത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് അമ്മാമ്മയുടെ കൂടെ അമ്മ ആശ്രമത്തിൽ വരികയും അങ്ങനെയാണ് അമ്മ ഗുരുവിനെ കാണുകയും വിശ്വസിക്കുകയും ഗുരുവിനെ ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പൊ അമ്മ എന്ന് പറയുന്നത് ഉപദേശ മന്ത്രം കിട്ടിയ ഒരു ശിഷ്യയാണ്. അന്നത്തെ കാലത്ത് ഗുരുവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉപദേശ മന്ത്രം കിട്ടിയ ശിഷ്യരിൽപ്പെട്ട ഒരാളാണ് അമ്മ. മാത്രമല്ല, ഗുരുവിന്റെ അവസ്ഥാപൂർത്തീകരണ സമയത്ത് 7 കുട്ടികൾ, പെൺകുട്ടികളുടെ ഒരു പ്രാർത്ഥന, 7 കന്യകമാരുടെ പ്രാർത്ഥന എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ആ പ്രാർത്ഥനയിൽ ആ 7 പേരിൽ ഒരാളായിട്ട് ബ്രഹ്മത്തിൽ നിന്ന് പേര് പറഞ്ഞു കിട്ടിയ ആ ഒരു വ്യക്തിയും കൂടെയാണ് അമ്മ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഗുരുവിനോടുള്ള ആ ബന്ധവും സ്നേഹവും എന്താണെന്ന് അറിയാൻ ഇനി വേറൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള അമ്മ കുറച്ച് മുതിർന്നതിന് ശേഷം പിന്നെ അമ്മയുടെ അച്ഛനും ഒക്കെ ഇവിടുന്ന് ആശ്രമത്തിൽ നിന്നൊക്കെ പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പണ്ടുള്ള പലരും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയപ്പോഴും അമ്മയുടെ അമ്മാമ്മയുടെ കൂടെ രഹസ്യമായിട്ട് ആശ്രമത്തിൽ വരികയും ഗുരുവിനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അമ്മയ്ക്കൊരു വിവാഹം വന്ന സമയത്ത് അമ്മ അത് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഏത് വിവാഹം കഴിക്കണം. അങ്ങനെ ഗുരു തെരഞ്ഞെടുത്തു കൊടുത്ത ആളെയാണ് അമ്മ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ അച്ഛനും ഒക്കെ വരുമായിരുന്നെങ്കിലും ഇവിടെ വരുന്ന വഴിയിൽ ഇങ്ങനെ ആൾക്കാർ വളരെ മോശമായിട്ടൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായിട്ട് അച്ഛന് ഒരു മടി വന്ന് അച്ഛൻ പിന്നെ വരാതായി. എങ്കിലും അന്ന് ഗുരു അമ്മയോട് പറഞ്ഞു, ഇനി സുധേ നിനക്ക് വരാൻ കുറച്ച് താമസം ഉണ്ടാവും എന്ന് ഗുരു പറയുകയും ചെയ്തിരുന്നു. എന്നാലും പിന്നീട് അമ്മ വന്നത് 92-ലാണ്. പക്ഷെ അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഇപ്പോൾ 2 കുട്ടികൾ ജനിച്ചു. അപ്പോൾ പിന്നീട് അമ്മ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇങ്ങനെ ആശ്രമത്തിൽ അമ്മ വന്ന സമയത്ത് സന്യാസിനിമാരൊക്കെ, അന്നത്തെ പഴയ സന്യാസിനിമാരൊക്കെ സുധച്ചേച്ചി വന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ വരിയായിട്ട് അമ്മയെ കാണാനായിട്ട് വന്ന് പരിചയപ്പെടാനുള്ള അവരെല്ലാം വളരെ ആകാംക്ഷയോടെ അവർ വന്നു. അങ്ങനെ അവർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരു സുധച്ചേച്ചിയെ കുറിച്ച്, അതായത് സുധയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ പ്രാർത്ഥന. അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, അവളെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാൽ അത് തീർത്തിട്ടേ അവള് പിന്നെ എന്തെങ്കിലും ചെയ്യുള്ളൂ, അത് ഒരേ മനസ്സോടെ അത് ചെയ്യും. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയെക്കുറിച്ച് ഗുരു ജന്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാലം കഴിഞ്ഞ് സുധച്ചേച്ചി വന്നപ്പോൾ അവരെല്ലാവരും വളരെ കാണാൻ ആകാംക്ഷയോടെ വന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ ഗുരുവിനെ കണ്ടപ്പോൾ അമ്മ ഗുരുവിനോട് ചോദിച്ചു, ഇങ്ങനെ ശ്രീജിത്തിനെ കുറിച്ച് ചോദിച്ചു. അതായത് ശ്രീജിത്ത് ജനിച്ചപ്പോൾ തന്നെ ഒരു പതിവിൽ ഒരു വ്യത്യാസമുള്ള ഒരു പ്രകൃതമുള്ള ഒരു കുട്ടിയാണ്. വളരെ ബുദ്ധിയും ഒരുപാട് കഴിവുകളും, എന്നാൽ വളരെ ശാന്തനും, എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരു നല്ല പ്രത്യേക രീതിയിലുള്ള ഒരു കുട്ടിയാണ്. എല്ലാ ആളുകൾക്കും അന്നത്തെ ടീച്ചേഴ്സും ഒക്കെ ശ്രീയോട് ഭയങ്കര സ്നേഹവും എല്ലാത്തിലും വളരെ കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ അമ്മ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ അന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തോണ്ടാണോ ഗുരുവേ ഈ മോൻ ഇങ്ങനെ ഇത്രയും നല്ലൊരു കുട്ടിയായിട്ട് വന്നത് എന്ന് അമ്മയുടെ ഒരു ഇതിൽ ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് എന്താ അറിയോ, നീ ഒരു പ്രാർത്ഥനയിലല്ലേ പങ്കെടുത്തുള്ളൂ, നീ ആ മുഴുവനും പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവന്റെ കഴിവ് ഇതൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഗുരുവിന്റെ ഉപദേശമന്ത്രം കിട്ടിയ ഒരു ശിഷ്യ, അങ്ങനെ ഗുരുവിനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു കുഞ്ഞ് ജനിച്ചാൽ അതിൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട്
ഉള്ള ഒരു ഗുരുകാരുണ്യം തന്നെയാണ്. അത് ശ്രീയുടെ ഓരോ സംസാരത്തിലും പിന്നീട് ഇപ്പോൾ ഇയാൾ എന്തൊരു കാര്യം ചോദിച്ചു, എന്ത് ചോദിച്ചാലും ഞാനിങ്ങനെ ശ്രീയുടെ പറയൂ ശ്രീ എന്ന് പറയുമ്പോൾ ശ്രീ ഈ സൗരയൂഥമല്ല, ഈ അണ്ടകടാഹത്തിൽ എന്ത് ചോദിച്ചാലും വളരെ ആധികാരികമായിട്ടിരുന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ചോദിച്ച് പറയുന്നത്. അത് ഇയാൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഒരു അറിവുണ്ടെങ്കിൽ അത് ആ ഗുരുവിൻ്റെ ഒരു കാരുണ്യം ആ കുട്ടിയിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇത് എഴുതി ഉണ്ടാക്കിയോ ഇവിടുന്ന് പഠിച്ചിട്ടോ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ഞാൻ തന്നെ ശ്രീയുടെ ഈ ഒരു സംസാരത്തെ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു ഞാനാണ് ഈ സംസാരം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. അപ്പം ഇപ്പോൾ ഈ ചാനലിൽ വന്ന് ഞാൻ ഇങ്ങനെ ശ്രീയെടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിരുത്തി സംസാരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളതങ്ങനെ എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് നമ്മളുടെ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾക്കോ ഒക്കെ ഒരു പരിഹാരം കിട്ടുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം നിങ്ങളോടാണെങ്കിലും ചോദിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ശ്രീയുടെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം അമ്മയ്ക്കും എനിക്കും സഹോദരിയും ഇവിടുത്തെ പിള്ളേർക്കും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ശ്രീ എന്തെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിലും എന്തെല്ലാം ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായ ഒരു ബഹുമാനം തീർച്ചയായിട്ടും ആ വ്യക്തിയോട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇനി ഞങ്ങൾ മാത്രമല്ല, ഈ ശ്രീക്ക് എത്രയോ പേര് വിളിക്കുന്നു, എത്രയോ പേര് എന്നും വിളിച്ച് എത്രയോ നേരമാണ് അവരോട് ഫോണിൽ. കാരണം ആര് വിളിച്ചാലും അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീ സമയം നോക്കാതെ അവരോട് സംസാരിക്കുകയും, അല്ലെങ്കിൽ എത്രയോ പേരുണ്ട് അവരോട് ചോദിച്ചു നോക്കും. അങ്ങനെ എല്ലാവരോടും ഉപദേശങ്ങളും കാര്യങ്ങളുമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെ ഉയരാം, അവർക്ക് എങ്ങനെ ഒരു സമാധാനവും ശാന്തിയും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വിജയം എങ്ങനെ കിട്ടാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിരന്തരം ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇനി താൻ ആരുവാ ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇരുന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് ഈ സംസാരം തന്നെയാണ് അതിന്റെ തെളിവ്, വേറെ ഒരു തെളിവും വേണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ ഒറ്റപ്പാലത്ത് നിന്ന് ഗോപേട്ടൻ, അപ്പൊ അദ്ദേഹം എന്നോട് പറയായിരുന്നു, ഞാൻ ഇങ്ങനെ ശ്രീയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ഇത് എവിടുന്ന് വരുന്നു. എൻ്റെ സ്വന്തം ചേട്ടനെ പറയാണ്, എൻ്റെ വല്യമ്മയുടെ മോനാണ്. അദ്ദേഹം പറയാണ്, ഇതെങ്ങനെ ഒരാൾക്ക് ഇത് പറയാൻ കഴിയുന്നു, ഇങ്ങനെ നിർത്താതെ പറയുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ആശ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ഇതൊക്കെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നില്ലല്ലോ ഇതുവരെ, ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കിത് മനസ്സിലാവാൻ തുടങ്ങിയെന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇതുപോലെ എത്രയോ പേര്. ഇന്ന് രാവിലെയും ഒരമ്മ എന്നോട് ഇതേ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. മറ്റു പലരും പല രീതിയിലൊക്കെ സംസാരിച്ച് ആൾക്കാരെ തെറ്റിക്കുന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്ന. മോളെ അതുകൊണ്ട് നിർത്തരുത്, നിങ്ങളിത് തുടരണമെന്ന് ഇന്ന് ആരാധനാലയത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു ഇടുക്കിയിലുള്ള ഒരു അമ്മ എന്നെ കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് പരിചയം വെച്ച് വന്നിട്ട് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുകയും അറിവും ഒക്കെയുള്ള ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ശ്രീയുടെ അടുത്ത് താൻ ആരുവാ എന്ന് ചോദിക്കാൻ തോന്നുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനാണ് തോന്നുന്നത്, താൻ ആരുവാ. അപ്പൊ ഏതായാലും ഇപ്പോ ഈ ആശ പറഞ്ഞ ശ്രീജിത്തിനെ ഞാൻ സന്യസിച്ച ശ്രീജിത്താണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് അറിയില്ല. അപ്പം എനിക്കിപ്പോൾ എൻ്റെ ബോധത്തിനോടൊപ്പം നിൽക്കാനേ പറ്റൂ. ഈ ബോധത്തിനോടൊപ്പം എനിക്ക് ഈ പറയുന്ന ശ്രീജിത്തോ അതിൻ്റെ നന്മ തിന്മകളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ അനുഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. അപ്പം ഞാൻ പറയുന്നത്, ഐ ആം എ സിമ്പിൾ മാൻ. എനിക്ക് എൻ്റെ ഒരു ബോധത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ആ ബോധത്തോടെ, മനസ്സിനെ ഉപയോഗിക്കാതെ, മനസ്സിൻ്റെ അറിവും ചിന്തകളും പഠിച്ചതും കേട്ടതും ഒന്നും നോക്കാതെ ആ ബോധത്തോടെ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നു. കൂടാതെ ഈ സ്നേഹം എന്ന് പറയുന്ന സത്യത്തിൽ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുമ്പോൾ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ദൈവികമായ ഒരു നന്മ നടപ്പാവുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കാനും എന്നെ പ്രാപ്തി തരുന്നു എനിക്ക്. അപ്പോൾ എനിക്കിതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്താണ് ആശ? ഇനി പുള്ളിക്ക് ശ്രീയോട് ഭയങ്കര സ്നേഹമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അയാൾ പറയുന്ന അടുത്ത കാര്യം കേട്ടാൽ അത് മനസ്സിലാവും. കാരണം ഇപ്പോൾ അയാൾ പറയാണ്, എനിക്ക് കുട്ടികളുണ്ട്, പക്ഷെ ശ്രീക്ക് സ്വന്തം രക്തത്തിൽ കുട്ടികളില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീയുടെ പിതൃക്കളുടെ കാര്യമൊക്കെ എന്താവും എന്നാണ് പുള്ളി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീയുടെ അടുത്ത് മാത്രമല്ല, ശ്രീയുടെ കുടുംബവും പിതൃക്കളോടും ഒക്കെ ഭയങ്കര സ്നേഹവും കരുതലൊക്കെ ഉള്ള ഒരാളാണ് അയാളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീക്ക് എന്ത് തോന്നുന്നു ഇയാൾ ഈ പറയുന്ന കാര്യം കേട്ടിട്ട്? ഇപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ പിതൃക്കളെക്കുറിച്ചും ഒക്കെ ഇത്രയും അധികം വ്യാകുലപ്പെട്ട ഈ വ്യക്തി മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ ഗുരുവിനോടൊപ്പം വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം വളരെ അടുത്ത ഒരു ബന്ധമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്.
അപ്പോൾ ഗുരു ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ അമ്മയും അച്ഛനെയൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഗുരുവിന് ഓരോ സങ്കല്പമുണ്ട്. അപ്പോൾ അത് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഞാനും എൻ്റെ സഹോദരിയാണ് ആ കുടുംബത്തിന് വേണ്ടി, അതായത് ആ കുടുംബത്തിൻ്റെ ആ ഗോത്രത്തിൻ്റെ ആ പിതൃക്കൾ മൊത്തം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ശുദ്ധമാകുന്നത്. അതായത് നമ്മൾ ഈ പരമ്പരയിൽ അവസാനം വരെ അന്ത്യം വരെയും നിൽക്കുകയാണെങ്കിൽ, പ്രാർത്ഥിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ ഭാഗമായിട്ട് ശുദ്ധി ചെയ്യാൻ ഈ പിതൃക്കൾക്ക് വേണ്ടി മൊത്തം ഈ കുട്ടികളാണ് പ്രവർത്തിക്കേണ്ടത്. അത് ഗുരു ആ ഒരു സങ്കല്പത്തിലാണ് അവരെ ജനിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഗുരു അമ്മയോട് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ആശയുടെ കാര്യം, ഇപ്പോൾ ആശയുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളെല്ലാം ആശയുടെ ജന്മത്തിന് മുമ്പ് തന്നെ ഗുരുവിനെ വന്ന് കണ്ടതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുപൂജ ചെയ്ത് ജനിച്ച ഒരു കുട്ടിയാണ് ആശ. അപ്പോൾ ആശയുടെ ആ ഒരു കുടുംബത്തിനും ആ ഒരു പാരമ്പര്യത്തിനും ആ ഗോത്ര സംസ്കാരങ്ങളെല്ലാം ശുദ്ധി ചെയ്യാനായിട്ട് ഗുരു ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ കുട്ടികളെയാണ് ഗുരു സെലക്ട് ചെയ്തത്. അതായത് ഗുരു പുതിയ പുതിയ തലമുറകളെ സെലക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഗുരുവൽപ്പൻ്റെയും പുഷ്പത്തിൻ്റെയും കാര്യം പറഞ്ഞു. ഗുരുവിനോടൊപ്പം ഒരുപാട് കാലം ചെലവഴിച്ചിട്ടുള്ള ഒരു കുടുംബം അവരിവിടെ നിന്ന് വിട്ടുപോകുന്ന ഗുരുവിനെ അറിയാമെങ്കിലും ഈ കുട്ടികളിലൂടെ ആ ഒരു ഗോത്രത്തെ അല്ലെങ്കിൽ ആ ഒരു തലമുറ എല്ലാത്തിനെയും ശുദ്ധി ചെയ്യാനുള്ള ഒരു വഴി ഗുരു കണ്ടെത്തി. അതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെ മകൾ, അവരുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കുടുംബം മൊത്തം ഈ ഒരു ഈ ഗുരുമാർഗത്തിൽ നിന്ന് വിട്ടുപോവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കുട്ടിയിലൂടെ ഈ ഒരു തലമുറയെ, ആ ഒരു ഗോത്രത്തെ എല്ലാം ശുദ്ധി ചെയ്യാൻ ഗുരു ഓരോ കണ്ണികളെ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാനും ആശയും എൻ്റെ സഹോദരിയൊക്കെ നമ്മൾ പ്രായമായവരാണെങ്കിലും ഗുരു നമ്മളെ വഴി നടത്തിയ ചില ജീവനുകളാണ്. അപ്പോൾ പിന്നെ ഇനി എൻ്റെ പിതൃക്കളെക്കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കണം, എനിക്ക് ഗുരുവുണ്ട്, ഞാൻ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണ്. അപ്പം ഞാൻ പിന്നെ എന്തിനെക്കുറിച്ച് പേടിക്കണം? ഇപ്പോൾ അഗസ്ത്യമുനിക്ക് അദ്ദേഹത്തിൻ്റെ പിതൃക്കളെക്കുറിച്ച് പിതൃക്കൾക്ക് വേണ്ടി പിന്നെ കല്യാണം കഴിച്ച് അടുത്ത ഒരു തലമുറ ഉണ്ടാക്കേണ്ടി വന്നു. കാര്യം അഗസ്ത്യമുനിക്ക് ഇങ്ങനെ ഒരു ഗുരുവില്ലായിരുന്നു, ഇങ്ങനെ പൂർണ്ണനായ ഒരു ഗുരുവില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണനായ ഗുരുവിനെ കിട്ടിയ ഞാൻ, കൂടാതെ ഇപ്പോൾ ഇവർക്കൊക്കെ ഇനിയും ജീവിച്ച്, ഇപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല, ഇനിയും ജീവിച്ച് അനേക ജന്മങ്ങളുടെ പിന്നെ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ രമണ മഹർഷിക്ക് ഒരു മരണാനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ആത്മശാന്തി ഉണ്ടായി, മനസ്സ് മരിച്ചപ്പോൾ ഒരു ആത്മശാന്തി ഉണ്ടായി എന്ന് വായിച്ച അന്നു മുതൽ ഈ ഒരു മരണാനുഭവത്തിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ. കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ചെറുപ്പപ്രായത്തിലൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് ഈ ഹാപ്പിനെസ് നഷ്ടപ്പെട്ടപ്പോൾ, ഗുരുവിൻ്റെ ഒരു ആദ്യ സങ്കല്പത്തിലൊക്കെ ലയിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഈ ഗുരുമാർഗത്തേക്ക് അന്വേഷിച്ച്, ആധ്യാത്മികതയൊക്കെ അന്വേഷിച്ച് ഈ ഒരു ശാന്തിയൊക്കെ തേടി വരുമ്പോൾ, ഈ രമണ മഹർഷിയുടെ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ശിഷ്യഭൂതരുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഈ ഒരു മരണാനുഭവം പോലത്തെ അനുഭവം തരൂ എന്നുള്ള രീതിയിൽ പെടച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നിരുന്നത്. അപ്പോൾ ഗുരു നമുക്ക് ഈ പറയുന്ന പോലുള്ള ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കാണിച്ചു തന്നു. വളരെ നിസ്സാരമായിട്ട് ശിഷ്യഭൂത അതെല്ലാം ഇങ്ങ് പകർന്നു തന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഞാൻ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും, അതിനുശേഷം ഈ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ഈ പ്രകാശധാരയിലേക്ക് എങ്ങനെ പോകുന്നു എന്ന ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഈ സുപ്രീമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ആ പ്രകാശധാരയിലേക്ക് ജീവൻ എങ്ങനെ പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഗുരുവിനെയും പിടിച്ച് നമ്മുടെ ഗുരുമാർഗത്തിൽ അടിയുറച്ച് നിന്ന് അതിൽ ജീവിച്ചങ്ങ് മരിച്ച് ആ സത്യത്തിലേക്ക് പോകണമെന്നല്ലാതെ നമ്മളെ സംബന്ധിച്ച് പിതൃക്കളും പരമ്പരയും ഇനി പുനർജന്മങ്ങളും അതിനെക്കുറിച്ചൊന്നും നമ്മൾ വ്യാകുലപ്പെടുന്നില്ല. അതെല്ലാം നമ്മൾ നമ്മുടെ ഗുരുവിനെ അങ്ങ് ഏൽപ്പിച്ചേക്കുകയാണ്. എല്ലാം നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതവും, നമ്മുടെ മക്കളും കുട്ടികളും, നമ്മുടെ പ്രാരാബ്ധവും, നമ്മുടെ പിതൃക്കളും ഗോത്രവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഗുരുവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഗുരുവിനെ കിട്ടിയതിന് ശേഷം കളഞ്ഞിട്ട് പോയവരാണ്. അതായത് നിങ്ങൾ പിന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ കണ്ടിട്ടില്ല, പിന്നെ അടുത്ത തലമുറയിൽ വന്ന് ഗുരുവിനെ കിട്ടിയിട്ട് അതിനെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. എന്നിട്ട് നിങ്ങൾ സ്വന്തം മനസ്സിനെയാണ് വിശ്വസിക്കുന്നത്. ഈ ഗുരുമാർഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ സ്വന്തം മനസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. സ്വന്തം മനസ്സിലെ ഗുരുവിനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല ഗുരുവിനെ വിശ്വസിക്കുന്നത്. കാര്യം മാനസിക തലത്തിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മറയിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക തലത്തിൽ ഗുരുവിനെ പിടിക്കാൻ പറ്റില്ല, ആ സുപ്രീം ഗോഡിനെ പിടിക്കാൻ പറ്റില്ല. അത് സുപ്രീം ലൈറ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗുരുവിനെ
മനുഷ്യരൂപത്തിലുള്ള ഗുരുവിലൂടെ മാത്രമേ ആ സുപ്രീം ഗോഡിനെ പിടിക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസിക തലത്തിലുള്ള വല്ല ശക്തികളെയും പിടിക്കാം, അല്ലെങ്കിൽ മാനസിക തലത്തിൽ ആരാധിച്ചുകൊണ്ട്, ഗുരുവിനെ ആയതുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പുനർജനിച്ച് എന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഗുരുമാർഗത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ആ രീതിയിൽ പോവാം. നിങ്ങൾക്ക് അതാണ് ആഗ്രഹവും, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് അനേക ജന്മങ്ങളിലേക്കുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അറിവിനൊത്ത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഗുരുവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പാടാണ്. ഈ അഹന്തയെ സംബന്ധിച്ചൊരു മരണമാണ്. ഇപ്പോൾ ഒരു ലേഡി എവിടെയോ ഇങ്ങനെ പറയുന്ന കേട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതായത് ഗുരുമാർഗം എന്ന് പറയുമ്പോൾ ഈ ഈഗോയെ, അഹന്തയെ തകർക്കുന്ന സ്ഥലമാണ്. ഈ അഹന്തയെ തകർത്തുകൊണ്ട് മാത്രമേ ആധ്യാത്മികമായ ആത്മബോധത്തിലേക്ക് ഉണർന്ന് ആ പരമബോധത്തിലേക്ക് പരിണമിക്കാൻ പറ്റൂ. അപ്പോൾ അഹന്തയെ തകർക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള ആശ്രമങ്ങളിൽ, ഗുരുമാർഗങ്ങളിൽ വരുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പാടാണ്. മിക്കവാറും പേര്, ഒരു നല്ല ശതമാനം പേര്, മിക്കവാറും അല്ല, ഒരു നല്ല ശതമാനം പേര് സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓടി രക്ഷപ്പെടും ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന്. സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. കാര്യം അഹന്തയുടെ ആ മരണം കഴിഞ്ഞ് ആത്മബോധത്തിലേക്ക് ഉണർന്ന് അതിലേക്ക് പരിണമിക്കാനുള്ളൊരു മെച്യൂരിറ്റി അവർക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സ്വന്തം അഹന്തയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർ ഗുരുക്കന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പോൾ അതുപോലെ ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയായ നിങ്ങൾ, നമ്മളെ പാവങ്ങളെന്നൊക്കെയാണ് നിങ്ങൾ സംബോധന ചെയ്യുന്നത്. നമുക്ക് നിങ്ങളെക്കുറിച്ച് സഹതാപമാണ് സുഹൃത്തെ. സ്വന്തമായി ഗുരുവുള്ള നമ്മളെ, ഒരു ശിഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വന്തമായി ഗുരുവുള്ള, അത്രയധികം ആത്മഹർഷത്തിൽ, ആത്മവിശ്വാസത്തിൽ, സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പാവങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ ആലോചിച്ച് എനിക്ക് സഹതാപമാണ്. കാര്യം നിങ്ങൾ നിങ്ങളുടെ അന്ധതയെ ബാധിച്ച മനസ്സിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അത് നിങ്ങളെ കുഴിയിലേക്കാണ് നയിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ ആശ? ഇനി അടുത്ത എന്തെങ്കിലും? ഇനി നമുക്കൊരു പുതിയ പേര് അവർ തന്നിട്ടുണ്ട്. അത് പിന്നെ പാണനും പാണത്തിയും. അപ്പോൾ അവര് നമ്മളിങ്ങനെ ഇപ്പൊ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതല്ല, നമ്മളെ നേരത്തെ തന്നെ ഇങ്ങനെ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് മനസ്സിലായി. നമ്മളെ രണ്ടുപേരെയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാടാൻ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി നേരത്തെ കൂട്ടി സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പറയും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അവർ പാണനും പാണത്തിയും ആണെന്നാണ് പറയുന്നത്. ശ്രീ എന്ത് പറയും? അപ്പോൾ വീണ്ടും അധിക്ഷേപിക്കാൻ കണ്ടെത്തിയ ഒരു വാക്കാണ് ഈ പാണനും പാണത്തിയും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ശ്രീകുട്ടി എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. ഇനിയിപ്പോൾ പാണനാർ എന്ന് പറയുമ്പോൾ പറയിപെറ്റ പന്തിരുകുലം, അതാണ് പാണന്മാരുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പറയിപെറ്റ പന്തിരുകുലത്തിൽ അതിൽ ഒരു ജന്മം ഗുരുവിൻ്റെതാണെന്ന് പറയുന്നുണ്ട് തിരുവള്ളുവർ. പിന്നെ ഈ എല്ലാവരും ജ്ഞാനികളായിരുന്നു. ഈ നാറാണത്ത് പ്രാന്തൻ, പാക്കനാർ, ഇവരൊക്കെ ജ്ഞാനികളായിരുന്നു. അപ്പോൾ അതിലൊരാളാണ് ഭക്ത കവിയായിട്ടുള്ള പാണനാർ. അപ്പോൾ ഈ പാണനാർ ഈശ്വരസ്തുതി, സദാ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയും. അങ്ങനെ ഒരു തലമുറയാണ് ഈ പാണന്മാരെന്നറിയപ്പെടുന്നത്. പിൽക്കാലത്ത് അഫ്കോഴ്സ് എല്ലാ കാര്യങ്ങളും നശിക്കും, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു തെറ്റായിട്ടുള്ള വശം വരും. ഈ ചേകവന്മാരും മറ്റവരൊക്കെ തെറ്റായ കഥകളൊക്കെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മളിതിൻ്റെ നല്ല വശം എടുക്കുന്നു. ഗുരുവിൻ്റെ ഈ ദൈവസ്തുതി പറയുന്ന ആളായിരുന്നു പാണനാർ. അതുപോലെ ഞാനും ആശയൊക്കെ ഗുരുവിൻ്റെ പാണനാരാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ പറയിപ്പറ്റ പന്തിരുകുലത്തിലുള്ള അതേ മഹത്വമുള്ള പാണനാരാണെന്ന് നമ്മളെ പരിഹസിക്കുകയല്ല ചെയ്തത്, നമ്മളെ പുകഴ്ത്തുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്താണ്. ഇതിപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഉണ്ടായതല്ല, ഇത് പ്രിപ്പയർ ചെയ്താണ്. അപ്പോൾ ശരിയാണ്, അതും ശരിയാണ്, അയാൾ പറയുന്ന എല്ലാം ശരിയാണ് സത്യം പറഞ്ഞു ഈ കാര്യത്തിൽ. പക്ഷെ അതിൻ്റെ ശരിയായ വഴി നമ്മൾ കണ്ടെത്തണം എന്നുള്ളൂ. ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് ശിഷ്യപൂജിതയല്ല അദ്ദേഹം വിചാരിക്കുന്നില്ല, അത് ഗുരുവാണ് പ്രിപ്പയർ ചെയ്തത്. കാരണം ഇപ്പോൾ ആശയെ സംബന്ധിച്ച് ഗുരു പണ്ട് മുതലേ ഇവിടുത്തെ ഒരുപാട് വ്യക്തികളുടെ അടുത്ത് ആശയെക്കുറിച്ചൊക്കെ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ കുട്ടി എൻ്റെ പിറ്റേ കാലത്തേക്കുള്ള ആളാണ് എന്നിങ്ങനെ ഗുരു പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ഗുരു അത്രയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾ ഓഫ് എ സഡൻ അങ്ങ് ഇല്ലാതാവുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ ഒരു നന്മയുടെ പ്രവർത്തനമായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ ആ കുട്ടിയിലൂടെയൊക്കെ നടക്കുന്നത്. പിന്നെ എൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊക്കെ 92-ൽ ഗുരുവിനെ കാണാൻ വരുമ്പോൾ അന്നത്തെ സമയത്ത് ഗുരു ആദ്യം അമ്മയോട് ചോദിച്ചത് എങ്ങനെയാണ്, പഴയ കാലത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് അടി ഇവിടെ ഉള്ളത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഗുരുവെ എനിക്ക് അന്ന് ഗുരുവിനെ ഓടി വന്ന് കാണാൻ പറ്റും, എപ്പോൾ വന്നാലും ഗുരുവിൻ്റെ അടുത്ത് വന്ന് കാണാൻ പറ്റും. ഇപ്പം ഗുരുവിനെ ഇവർ കാണാൻ സമ്മതിക്കുന്നില്ല, ഇവരെല്ലാവരും എന്നെ തടുക്കുന്നു. അപ്പോൾ എനിക്ക് ഗുരുവിനെ പണ്ടത്തെ പോലെ ഓടി വന്ന് കാണണം. അപ്പോൾ ഗുരു അടുത്ത് നിന്ന് അത് കയറ്റി വിടാനൊക്കെ നിൽക്കുന്നവരുടെ അടുത്ത് ഗുരു പറഞ്ഞു, എടാ
എവളും പിള്ളേരും വന്നാൽ എപ്പോഴും അവരെ കയറ്റി വിടണം, ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, നമുക്ക് അന്നത്തെ കാലത്ത് എപ്പോൾ രാത്രിയോ പകലോ എപ്പോൾ ഏത് സമയത്ത് വന്നാലും ഈ സാത്വികന്യെ പോയി കണ്ടാൽ സാത്വികന്യെ ഗുരുവിൻ്റെ റൂമിൽ ചെന്ന് അറിയിച്ചിട്ട് നമുക്ക് ഗുരുവിൻ്റെ റൂമിൽ പോയി ഗുരുവിനെ പേഴ്സണലായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അത് ഒരു 96 കാലഘട്ടം വരെ അത് ഉണ്ടായിരുന്നു. പിന്നീടെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും അതുപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായി ഇതെല്ലാം അനുസരിച്ച് ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ വരണമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഗുരു എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ല കപ്പപ്പഴം, ഓറഞ്ച് ഇങ്ങനെയുള്ള പല ഈ ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ തന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ പറയും. ഗുരുവിൻ്റെ മുമ്പ് വെച്ച്. അപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മുമ്പൊക്കെ നിൽക്കുമ്പോൾ അവ കഴിക്കാനൊക്കെ ഭയങ്കര നാണക്കേടൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പക്ഷെ എന്നാലും ഗുരു കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ നോക്കും, എന്നിട്ട് സ്നേഹത്തോട് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ലയിച്ചിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് എനിക്ക് അതിൻ്റെ ഒരു ശാസ്ത്രം മനസ്സിലായി. അതായത് സ്നേഹത്തോടെ നമ്മളെ നോക്കി ഇങ്ങനെ ട്യൂൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു നമ്മളെയൊക്കെ ഇങ്ങനെ ട്യൂൺ ചെയ്ത്, അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊക്കെ ട്യൂൺ ചെയ്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ ട്യൂൺ ചെയ്ത് എടുത്തത് ഗുരു തന്നെയാണ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നതിന് മുമ്പ് അവസാനം ഞാൻ ഗുരുവിനെ കാണുമ്പോൾ ഗുരു എൻ്റെ 2 കരങ്ങളും ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം കുറേ നേരം എൻ്റെ കരങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷം ഗുരുവിൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് എൻ്റെ കരം വെച്ചിട്ട് ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് എന്നെ നോക്കി എനിക്ക് ഭസ്മം ഇട്ട് തരുന്നു. അപ്പോൾ അന്ന് വരെ ഞാൻ വളരെ സയൻറ്റിഫിക്കായിട്ട് ഈ സ്പിരിച്വലായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു ചേഞ്ച് വന്നത് ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഗുരു നമ്മളെ ഒരർത്ഥത്തിൽ ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗുരു നമ്മളെ ട്യൂൺ ചെയ്ത് ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നതാണ്. നമ്മൾ ഈ ട്രാക്കിൽ വരുമെന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആശയം മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയുന്നു അയാൾക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ പുള്ളി വിചാരിക്കുന്ന പുള്ളിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ഞാൻ പറയുന്നു അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. സത്യമാണ്. ഇയാൾ ഈ സത്യം പരിഹസിക്കുന്ന എല്ലാം അതിൻ്റെ ശരിയായ വശം. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവികമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വാചകങ്ങൾ വിശ്വസിക്കാൻ എനിക്കും പറ്റും. ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, മറ്റതിങ്ങനെയാണ്, ചില ദർശനങ്ങളും കാര്യങ്ങളും ഇവിടെ കേട്ടതും മുക്തിമാർഗം, നമ്മുടെ ജീവന്റെ പുണ്യം, ഭാഗ്യം എന്നൊക്കെ പറയുന്ന 27 നക്ഷത്രം, 12 രാശി, പിതൃക്കൾ, യാമം, മറ്റേല്ല. ഈ പിതൃ എന്ന് പറയുന്ന കാര്യത്തെ പോലും എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇയാൾക്ക്? ഈ ചുമ്മാ വാചകം അടിക്കുന്ന കാര്യമാണോ? ഈ വാചകം അടിക്കുന്നത് മനസ്സിലായില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് അനുഭവവശത്തിൽ എനിക്ക് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അനുഭവവശത്തിൽ മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും സമയം എടുത്തതെന്നും അതിനുശേഷം ഇത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇത് മനസ്സിന് ഉപരിയായ കാര്യമാണ് എന്നാണ് അവസാനം മനസ്സിലായത്. ഇത് മനസ്സിൽ ഇങ്ങനെ അങ്ങ് ആക്കാൻ പറ്റില്ല. തോട്ട് പ്രോസസ്സിൽ ചിന്തയിലങ്ങ് ഫിക്സ് ചെയ്ത് ഇത് ഈ മാനസിക തലത്തിൽ ഈ പൈശാചികത്വത്തിന് പ്രവർത്തിക്കാനുള്ള സാധനമല്ല ഈ ഗുരുവിൻ്റെ മാർഗം. ഇത് മനസ്സിന് ഉപരിയായ ഈ മനസ്സിലേക്ക് വരാൻ പറ്റാത്ത ദൈവികമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയും ആ ഒരു സത്യത്തിൻ്റെ വൈബ്രേഷനുമാണ്. ഇതങ്ങനെ എളുപ്പം എല്ലാവർക്കും മനസ്സിലങ്ങ് ആക്കിക്കളയാനൊന്നും പറ്റില്ല. ഇത് ഓരോ അണുവായിട്ട് കുറച്ചായിട്ട് മനുഷ്യൻ താങ്ങും. ഈ മനസ്സിലങ്ങ് ഇത് ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബോധം പോവും. ഈ കാര്യം മനുഷ്യൻ്റെ ബ്രെയിനൊക്കെ തകർന്നു പോവും. അപ്പോൾ ഇത് കുറേശ്ശെ മനസ്സിലാക്കാൻ ദൈവം ഒരു കുറച്ച് തുള്ളിയായിട്ടേ നമുക്ക് തരും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിതെല്ലാം അങ്ങ് മനസ്സിലായെന്ന് പറയാനുള്ള ഒരു അഹങ്കാരമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വഴി ഗുരുമാർഗമാണ്. അതായത് ഇതിൻ്റെ ലക്ഷ്യവും മാർഗവും ഗുരുവാണ്. ആ ഗുരുവിലേക്ക് എത്തുക, ആ സത്യമായ ഗുരു ഈ സ്വരൂപത്തിൽ കാണുന്ന ശരീരത്തിനെ അതിവർത്തിച്ചുകൊണ്ട് ആ പ്രകാശ സ്വഭാവത്തിലുള്ള സത്യമായ ഗുരുവിലേക്ക് എത്തുക, ഗുരുവാണ് മാർഗം എന്നെനിക്ക് മനസ്സിലായി. ഇനി അതിലേക്ക് സഞ്ചരിക്കുക. പിന്നെ ഇത് അറിയുന്നത്, മനസ്സിലാക്കുന്നത് ഓരോ നിമിഷവും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഗുരുമാർഗത്തെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം എൻ്റെ ജീവൻ്റെ അന്ത്യം കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു തലത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. കാര്യം ഇത് അനന്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഗുരുമാർഗം. അല്ലാതെ അങ്ങ് എല്ലാം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്ന മൂഢത്തരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവരെന്തോ മനസ്സിലാക്കി അത് നടപ്പാക്കാൻ നോക്കുന്നു. അങ്ങനെ അവർ മനസ്സിലാക്കിയ ഒരു തുച്ഛമായ ബ്രെയിനിൽ മനസ്സിലാക്കിയ കാര്യമല്ല നടപ്പാക്കേണ്ടത്. മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക നിരന്തരം. അതുകൊണ്ട് തന്നെ എനിക്കിത് ബോറടിക്കുകയോ മടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ജീവിതം മുഴുവൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കാനുള്ള ഒരു യാത്രയിൽ പുറപ്പെട്ട ഒരു ഭക്തി മാർഗത്തിലേക്ക്, ഗുരുമാർഗത്തിലേക്ക് പുറപ്പെട്ട വ്യക്തിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും, നമ്മളെ പരിഹസിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമ്മളെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള സെൻസിൽ നോക്കിയാൽ നമ്മളെ പുകഴ്ത്തുന്നതാണ്. ഇനി ആശയുടെയും എൻ്റെയും ജീവിതത്തെക്കുറിച്ച് 15 വയസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥ, അതായത് നമ്മൾ തമ്മിൽ 6 വയസ്സിൻ്റെ വ്യത്യാസമാണെങ്കിൽ അത് 15 വയസ്സ്,
അതൊക്കെ ഇങ്ങനെയൊക്കെ അത് കള്ളമാണെന്ന് അവർക്ക് പറയുമ്പോൾ തന്നെ അറിയാം. പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള കള്ളങ്ങൾ അല്ല, ഇത്തരത്തിലുള്ള കള്ളം പറയാൻ ശ്രമിക്കുന്ന ഇവരുടെ ഒരു പ്രവൃത്തി. ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ പരിഹസിക്കുന്നു. പക്ഷേ ഇത് പരിഹസിക്കാനല്ല, ഡെലിബറേറ്റ് ആയിട്ട് കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നു. അതിനുശേഷം ഏതോ ഒരു വ്യക്തി ഒരു കരൺ ജോസ് വന്ന് പറഞ്ഞ കഥ അദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. എന്താ എന്നിട്ട് ആ കരൺ ജോസിനോട് ഈ ചാനൽകാരൻ എന്താണ് ബഹുമാനം? അപ്പൊ കരൺ ജോസിന്റെ കഥയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ ആ ചാനൽ വ്യക്തിക്ക് എന്താണ് ബഹുമാനം? കാര്യം അത്തരം പ്രവൃത്തികളോടാണ് ബഹുമാനം. അപ്പൊ അതുകൊണ്ടാണ് അവർ ഓഷോയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നമ്മൾ ഈ വിചാരിക്കുന്നതിനൊക്കെ ഓഷോയെ കളിയാക്കാനല്ല അവർ പറയുന്നത്. ഓഷോയെ അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, അതാണ് എപ്പോഴും ഓഷോയെ കുറിച്ച് പറയുന്നത്. ഇനി ഓഷോയെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ട്? ഇവർ വിചാരിക്കുന്ന ഓഷോ സെക്സ് ഗുരുവാണെന്ന് പറഞ്ഞാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഓഷോ പറഞ്ഞ് ഞാൻ സെക്സ് ചുമ്മാ പറയുന്നതാണ്, ഞാൻ മെഡിറ്റേഷനാണ് പഠിപ്പിക്കുന്നത്. സെക്സ് എന്നും പറഞ്ഞ് വരുന്നവർ വരട്ടെ, ഒരു പ്രചാരവേലയാണ്, മെഡിറ്റേഷനാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇവർ ഈ പ്രചാരവേല കണ്ടിട്ട് ഇനി ഓഷോ സെക്സിന് അനുകൂലമാണോ? കാര്യം ഈ പതിവ്രതം മറ്റത് മറിച്ചതെന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറയുന്നവർക്ക് ഇതില്ലാത്തതുകൊണ്ടാണ്. അപ്പം അവരുടെ ആഗ്രഹം ഇതാണ്. ഇപ്പം ഈ വ്യക്തി തന്നെ പറയുകയാണ്, ഇന്ദ്രിയം കൊണ്ട് ലോക്കായി പോയി, അവരെ ലോക്ക് ചെയ്തു, അപ്പൊ പിന്നെ വിട്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്തരം പ്രവൃത്തികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എന്തൊരു അവഗാഹമാണ്. കാര്യം ഇത് ചുമ്മാ പറയാൻ പറ്റും. കാര്യം നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്ത് ബന്ധം ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ല, രണ്ട് വ്യക്തികളെ ഇന്ദ്രിയം കൊണ്ട് ലോക്ക് ചെയ്ത് ബന്ധം ഉണ്ടാക്കി അവരെയൊക്കെ അങ്ങ് ആജീവനാന്ത ബന്ധപ്പെടുത്തി എടുക്കാമെന്നൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള ചില ഗൂഢ രഹസ്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ ഈ വേശ്യാബന്ധത്തിലൊക്കെ ഇടപെടുന്നവർ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ആജീവനാന്ത അവർ പിന്നെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ടേ? അപ്പോൾ എന്ത് വിട്ടിത്തരങ്ങളൊക്കെയാണ് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്ത്. പിന്നെ അവൻ പൊട്ടനാണ് എന്നെക്കുറിച്ച് പറയുന്നു. ശരിയാണ്, പൊട്ടനാണ്. കണ്ട, എല്ലാം ശരിയാണ്. അതായത് ഞാൻ അവർ പറയുന്ന ഈ മാനസിക ലോകത്തിലുള്ള അറിവിനെക്കുറിച്ച് ഞാൻ പൊട്ടനാണ്, ഞാൻ അതിനെ അവഗണിക്കുന്ന വ്യക്തിയാണ്. ഈ മാനസിക ലോകത്തുള്ള ചിത്തവൃത്തികൾ കൊണ്ട് അറിവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവികമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ പൊട്ടനായാലേ നമുക്ക് അകത്ത കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പോൾ ഇനി അവരെ അകത്തോട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പൊട്ടനാണ്. അവർ ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് നമ്മളിങ്ങനെ പറയും ആധ്യാത്മികതയിൽ ഇന്ദ്രിയ നിഗ്രഹണം, അതായത് ഇന്ദ്രിയങ്ങളെ കണ്ണും കാതും ചെവിയായിട്ടുള്ള എല്ലാത്തിനെയും നിഗ്രഹിച്ച് ചിത്തവൃത്തി മനസ്സിനെ നിരോധിച്ചാൽ മാത്രമേ യഥാർത്ഥ ആത്മീയമായ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അപ്പോൾ ഗുരു ഇത് പറയാത്ത എന്താണ്? ഇത് സാധാരണക്കാർ, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ വരുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിച്ചു പോവും. അപ്പം അല്ലെങ്കിൽ അവർക്ക് മനസ്സിളകി പോവും, അവരിതിന് മെച്ചുറായിട്ടില്ല. ഇത് നാഡീ ഞരമ്പുകളും ഈ ശരീര മനസ്സും ജീവനും ഒക്കെ തലമുറകൾ കൊണ്ട് ശുദ്ധി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ കടക്കാൻ പറ്റൂ. അപ്പോൾ ഗുരു ഇതൊന്നും പറഞ്ഞില്ല അന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ പൊട്ടനാണെന്ന്. ശരിയാണ്, ഞാൻ പൊട്ടനായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം പൊട്ടനായിട്ട് നിരാകരിച്ചാൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ലിസൺ ചെയ്യാൻ പറ്റൂ, എനിക്ക് ആന്തരികമായ എൻ്റെ ചെവി തുറക്കാൻ പറ്റൂ. ഇവിടുത്തെ കാര്യത്തിൽ ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനേ പറ്റൂ. അത് നമ്മൾ ഒരു കുരങ്ങൻ്റെ പടമുണ്ട്, കണ്ടില്ല കേട്ടില്ല പറഞ്ഞില്ല. എന്തിനാണ്? അത് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ഒരു സിമ്പലാണ്. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനും അതിൽ നിന്നുള്ള കാര്യങ്ങൾ, ഈ ദൈവികമായ കാര്യങ്ങൾ ഈ സ്ഥലത്തിലേക്ക് കൊണ്ടുവരാനും പറ്റൂ. അപ്പം അയാൾ ഇവിടുത്തെ തലത്തിലുള്ള കാര്യങ്ങളെല്ലാം കേട്ട് ചിന്തിച്ച് പറഞ്ഞ് അത് ദൈവികത എന്നും പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. കാര്യം തനിക്ക് പോലും വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെല്ലാം അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് വിശ്വാസം വരൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ രീതിയിലും പാണനാണെന്നും എല്ലാം പരിഹസിക്കുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ് അവസാനം. ഏതായാലും ഇതുപോലുള്ള സൂത്രങ്ങളെല്ലാം ഉപയോഗിച്ച് പല രീതിയിലുള്ള ഉപമകൾ ചെയ്ത് പരിഹസിച്ച് അധിക്ഷേപിച്ച് ഇനി വാദപ്രതിവാദങ്ങളുണ്ടാക്കി ഇപ്പോൾ ഈ ചാനൽ നടത്തുന്ന വ്യക്തി ഇനി കോടതി ഭാഷയിൽ വാദത്തിന് മറുവാദങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാദത്തിന് മറുവാദം പറഞ്ഞെന്നും പറഞ്ഞ് കാര്യം ശരിയാവും. ഇത് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ, നിങ്ങളിനി എന്ന് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന അന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ ഗുരുവിൻ്റെ ആത്മീയത സംസാരിക്കാനുള്ളൊരു അവകാശം കിട്ടൂ. എന്ന് നിങ്ങൾ ഐക്യത്തിൻ്റെ സഹകരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടൂ. അപ്പോൾ ഈ ഒരു ആശ്രമ സ്വഭാവത്തിൽ ഈ ഒരു സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇവിടെ ഇത് മനസ്സിലാക്കിയവർ ഇതിനു ചുറ്റും ഒരു പട്ടിയെ പോലെ നിൽക്കണമെന്നാണ്, അലയണമെന്നാണ് ഗുരു അറിയിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും എന്ത് ദുഃഖം വന്നാലും ഇത് സത്യത്തിൻ്റെ വഴിയാണ്, ഇത് ധർമ്മത്തിൻ്റെ വഴിയാണ്, ഇത് ബ്രഹ്മനിശ്ചയമാണ്, ഇത് ദൈവികമാണ്, ഇതിന് തെറ്റില്ല, ഈ പരമ്പരയ്ക്ക് തെറ്റില്ല, ഇവിടെ എന്നും ഗുരു ഉണ്ടാകും. നിങ്ങൾ എത്ര ദുഃഖം സഹിച്ചാലും ഇതിനെ വിട്ടുപോകാതെ ഇവിടെ നിന്നോളണം. ഇതിൻ്റെ ദൈവികതയുടെ സത്യം മനസ്സിലായാൽ, ഒരു വേള നിങ്ങൾക്കിത് മനസ്സിലായാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിനെ പുല്ലുപോലെ കാണും, അത്ര നിസ്സാരമായിട്ട് കാണും. ഇതിൻ്റെ നന്മ അത്രയ്ക്ക് വലുതാണ്, നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്മയാണ്.
എന്നാൽ നിങ്ങൾ ഇവിടുത്തെ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ പ്രവൃത്തികൾ കണ്ടാൽ നിങ്ങൾക്ക് പലതും തോന്നും. അപ്പോൾ സാധാരണക്കാരുടെ പ്രവൃത്തി അവർ നമ്മളെപ്പോലെ പരിണമിച്ച് വരുന്നതാണ്. അവരുടെ സ്നേഹത്തോടെ കരുണയോടെ അതിനെ കണ്ട് സഹിച്ച് അവരെയും എല്ലാവരെയും ഉയർത്താൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച്, പിന്നെ ഈ വന്നിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലെല്ലാം വന്നിരിക്കുന്ന അപജയങ്ങൾക്ക് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസക്കുറവും ഈ പറയുന്ന ഗുരുവിനെ മാനിക്കാൻ ആ പ്രകാശധാര നമ്മുടെ ഒപ്പം ഉണ്ടായിട്ടും അതിനെ മാനിക്കാൻ കഴിയാത്തതിൻ്റെ കുറവുമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും സ്വയം തിരുത്താനും ആ സത്യത്തിലേക്ക് സഞ്ചരിക്കാനും തയ്യാറാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.